പപ്പ എന്താ വരാത്ത? ഇപ്പൊ വരും. ഉണ്ണീശോയെ നമുക്ക് വെക്കാം. എന്താ? മുമ്പേ ഫോൺ എടുക്കും. ഹലോ മിസ്സസ് ജെയിംസ്. നോ, റോണി ജെയിംസ്. മോനെ സുസന്നെ വിളിക്ക്. സുസന്ന. എടാ മമ്മി ഫോൺ. ഹലോ, അതെ സൂസന്യ. സൂസന്നയുടെ അടുത്തേക്ക് ചെല്ലും. സൂസന്നെ, വിഷമിക്കരുത്. എല്ലാം ദൈവനിശ്ചയമാണെന്ന് കരുതിക്കോളൂ. ആന്റണി, ആന്റണി, ജെയിംസിന്റെ അപ്പച്ചനും അനുജനും വരുമോ? അത് വേണമെങ്കിൽ കുറച്ചു നേരം കാക്കാം. എന്താ? ജീവിച്ചിരുന്നപ്പോ സ്വന്തം മോനെയോ ഭാര്യയോ തിരിഞ്ഞു നോക്കാത്ത അപ്പച്ചനും അനുജനുമാണ്. കാക്കണം. അവരെ വിവരം അറിയിച്ചു ഇല്ലേ? പിന്നെ ടെലഗ്രാം കൊടുത്തു. ഞാൻ തന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു. വരണമെന്ന് വെച്ചാൽ 2 തവണ വന്നിട്ട് പോകാനുള്ള സമയം കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യുക? കാത്തില്ലെങ്കിൽ അതും ഇങ്ങനൊരു സ്റ്റേജിൽ ആദ്യം കുറ്റം പറയാൻ കിട്ടുന്നത് പുരോഹിതനെയാ. ആരും അച്ഛന് ഒരു കുറ്റവും പറയില്ല. സംസ്കാരം നടക്കട്ടെ. അയൽവക്കക്കാരൻ ഇതിൽ എന്താ കാര്യമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഉത്തരം പറഞ്ഞോളാം. 3 ദിവസവും കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടവും കഴിഞ്ഞ ശവമാ. ആ ശരി. എനിക്ക് കാണണം. എനിക്കെന്റെ ജെയിംസിനെ കാണണം. വേണ്ട മോളെ, അതിന് തുറക്കണ്ട. 3 ദിവസം കഴിഞ്ഞതാ. എനിക്കെന്റെ ജെയിംസിനെ കാണണം.
ജെയിംസിന്റെ മോന്. ഈ വീട് ജെയിംസ് കുട്ടി വച്ചതോ അതോ വാങ്ങിയതോ? വാങ്ങിയതാ. പിന്നെ കുറെ ആൾട്ടറേഷൻസ് ഒക്കെ വരുത്തി. ഇത് എത്ര ഏക്കറാ? 4. തോട്ടം ഒരു 4-5 കിലോമീറ്റർ അകലെയല്ലേ? അതെ. അതെത്ര ഏക്കറാ? അത് കൃത്യമായിട്ട് അറിയില്ല. സൂസനോട് ചോദിക്കണം. എത്രയാണ് ഡേവിഡ്? 300 ചില ഏക്കറുണ്ട്. അവിടെ കൂടുതലും റബ്ബറാണല്ലേ? എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. നീ അവിടെ പോയിട്ടില്ലേ? ഉണ്ട്. അവിടെ കൂടുതലും കാപ്പിയും കുരുമുളകാണ്. അപ്പച്ച, കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ഡേവിഡ് ഇന്നലെ ഒരു സംശയം പറഞ്ഞു. സംശയം എന്ന് പറയുമ്പോ അത് വെറും ഒരു സംശയമാണെന്ന് കൂട്ടിക്കോ. ജെയിംസ് കുട്ടി അങ്ങനെ കണ്ടമാനം കുടിക്കുന്ന ആളും മറ്റുമല്ല. ഓ, വല്ലപ്പോഴും ഇത്തിരി, അതും നല്ല കമ്പനി കിട്ടിയ. ഞാനാ ഇവിടത്തെ കമ്പനി. 2 അല്ലെങ്കിൽ 3. പട്ടണത്തിൽ പോയാലും അതിന് മേലെ പോകാറില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരപകടമുണ്ടാകാൻ മാത്രം ഓവറാകാറില്ല. എന്തെങ്കിലും പറയുമ്പോ കരഞ്ഞോണ്ടിരുന്നിട്ട് എന്താ കാര്യം? എല്ലാം ദൈവനിശ്ചയമാണ്. ഇനി നിനക്ക് ധൈര്യമാ വേണ്ടത്. ഇക്കണ്ട സ്വത്തുക്കളും പറക്കമുറ്റാത്ത ഈ കുഞ്ഞും. നിന്റെ ജീവിതം ശരിക്കു തുടങ്ങുന്നത് ഇനിയാണ്. പേടിച്ചിട്ടും ഭയന്നിട്ടും ഒരു കാര്യവുമില്ല. ഞങ്ങളൊക്കെ ഇല്ലേ? തോട്ടത്തിന്റെ കാര്യം നിനക്ക് എങ്ങനെയെങ്കിലും നോക്കാം. ഇവിടെ തന്നെയാണല്ലോ. മംഗലാപുരത്തെ എക്സ്പോർട്ട് ഓഫീസിന്റെ കാര്യം എങ്ങനെയാ? എനിക്കൊന്നും അറിയില്ല. ആ മാനേജർ ഉണ്ണികൃഷ്ണൻ കൊള്ളാം. പിന്നെ ഇടയ്ക്കൊക്കെ സൂസനെ പോയെന്ന് നോക്കട്ടെ. അടുത്ത ആഴ്ച ഞങ്ങളൊക്കെ കൂടെ ഒന്ന് പോകാനിരിക്കുക. ഞങ്ങളുടെ ബിസിനസ്സും അവിടെ തന്നെയാണല്ലോ. രണ്ടും കൂടെ ഒന്നാക്കുകയോ അല്ലെങ്കിൽ 2ആയിട്ട് നിർത്തി ഡേവിഡിന് ഒരു മേൽനോട്ടം കൊടുക്കുകയോ. അപ്പച്ച, അത് നീ അങ്ങനെ ഒഴിഞ്ഞു വരാൻ നോക്കുകയല്ല. ജെയിംസ് ഉള്ളപ്പോ എന്തോ ആവട്ടെ, എല്ലാ കുടുംബങ്ങളും ഉണ്ടാവും കുറെ സൗന്ദര്യപ്പിണക്കങ്ങള്. എനിക്ക് നിന്നെപ്പോലെ തന്നെയാ ഈ കൊച്ച്. ഇപ്പൊ നിന്നെപ്പോലെയല്ല, നിനക്ക് മേലെയാ. അല്ല, ആലോചിച്ചിട്ട് മതി. നിങ്ങൾ മംഗലാപുരത്ത് വരുമ്പോ അറിയിച്ചാ മതി, നമുക്ക് സംസാരിക്കാം. ആ മോനെ, റോണി മോനെ, നീ വല്യപ്പച്ചൻ്റെ കൂടെ മംഗലാപുരത്ത് വരുന്നുണ്ടോ? നിനക്കിവിടെ കൂട്ടൊന്നുമില്ലല്ലോ. അവിടെ വല്യപ്പച്ചനുണ്ട്, ഡേവിഡ് ഞങ്ങളുണ്ട്. എന്താ മോൻ വരുന്നോ? കൊച്ചു കള്ളൻ. എന്നാ വല്യപ്പച്ചൻ പോട്ടെ. ഞാൻ അകത്ത് വെച്ചൊരു സംശയം പറഞ്ഞില്ലേ? എന്റെ അല്ല, ഇവന്റെ സംശയം. ഒരപകടം ഉണ്ടാകത്തക്ക നിലയിൽ കണ്ടമാനം കുടിക്കാത്ത ഒരാള് അന്ന് കുടിച്ചിരിക്കുന്നു, അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. അതിനെ വേറെ നിലയിൽ കാണണോ? ജെയിംസ് കുട്ടിക്ക് വല്ല ശത്രുക്കൾ ഉണ്ടായിരുന്നോ? എന്റെ അറിവിലില്ല. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഇനി വല്ലവരും അപകടപ്പെടുത്തുകയാണെങ്കിൽ ആ നിലയ്ക്ക് ഒരു അന്വേഷണം നടത്തണമല്ലോ. പ്രത്യേകിച്ച് നീ കുഞ്ഞു ഒറ്റയ്ക്കായ സ്ഥിതിക്ക്. വേണ്ട, അതിന്റെ ആവശ്യമില്ല. സൂസന്നയുടെ വീട്ടുകാരെന്ന് പറയുമ്പോ അച്ഛനമ്മയില്ലെന്നറിയാം. അകന്ന ബന്ധത്തിൽ ആരെങ്കിലും ഒരു നിലയിലായപ്പോ അന്വേഷിച്ചു വന്ന ആരെങ്കിലും സഹായത്തിന്? ഇല്ല, അങ്ങനെ ആരുമില്ല. ആ, ഏതായാലും അവിടെ വെച്ച് സംസാരിക്കാം. വലിയ പരിചയമില്ലെങ്കിലും തന്നെ കണ്ടപ്പോ ഒരു തറവാടിയാണെന്ന് എനിക്ക് തോന്നി.
അതാ എനിക്ക് ഇവിടെ നിർത്തിച്ചു ധൈര്യം. ചെല്ലട്ടെ. ഞാനും പോട്ടെ. എനിക്കെന്തോ ഭയം തോന്നുന്നു അച്ചായ. അതിന് അവരൊരു സംശയം പറഞ്ഞതല്ലേ. അതല്ല, എനിക്കങ്ങനെ ഒരു സംശയമില്ല. എനിക്ക് വേറെന്തൊക്കെയോ ഭയം തോന്നുന്നു. ഞാനിവിടെ ഒറ്റയ്ക്ക് കിടക്കില്ല. മേരി ചേച്ചി ഇങ്ങോട്ട് അയക്കണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. അതിന് നീ അങ്ങോട്ട് വരണ്ടെന്നോ അവളെ ഇങ്ങോട്ട് അയക്കില്ലെന്നോ ഞാൻ പറഞ്ഞു. ഇനിയിപ്പൊ ഞാൻ പറഞ്ഞാലും അവൾ അവിടെ കിടക്കില്ല. പോട്ടെ. കേട്ടോ ഉണ്ണികൃഷ്ണൻ, സൂസന്നയ്ക്ക് ബിസിനസ് കാര്യങ്ങളിലൊന്നും വലിയ പരിചയമില്ല. ഉണ്ണികൃഷ്ണൻ വേണം എല്ലാം നോക്കിയും കണ്ടും ചെയ്യാൻ. ശരി സാർ. സൂസന്ന എന്നും ഇവിടെ ഓഫീസിൽ വരേണ്ട കാര്യമുണ്ടോ? ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ വരികയോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണ വരികയോ അല്ലേ? ഉണ്ണികൃഷ്ണൻ ഏതായാലും ആഴ്ചയിൽ ഒരിക്കൽ അങ്ങോട്ട് വരേണ്ടി വരും. നോക്കാൻ അറിയാവുന്ന ഉടമ എന്നും ഉണ്ടാകേണ്ട ഒരു സമയമാണിത്. കാരണം ജെയിംസ് സാറിന്റെ ഇത്രയും വർഷത്തെ അധ്വാന ഫലം ശരിക്കും അനുഭവിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണിത്. ബിസിനസിന് ഏറ്റവും ഫ്ലറിഷിംഗ് ടൈം. എന്നെ കൊണ്ട് ആവുന്നത് ഞാൻ ചെയ്യാം. കാണാൻ രണ്ടുപേരും വന്നിരിക്കുന്നു. വരാൻ പറയൂ. അകത്തേക്ക് എല്ലാം പറഞ്ഞു. വാ. ഇരിക്കെ. മാനേജർ ഉണ്ണികൃഷ്ണൻ അല്ലേ? അതെ, ഞാൻ ജെയിംസിന്റെ ഫാദറാ. ഓ സോറി, മനസ്സിലായില്ല. ഇരിക്കെ. സൂസന് എല്ലാം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. എടാ, നീ എന്നും കോണ്ടാക്ട് ഇരിക്കണം. ജെയിംസിന്റെ ഇളവനാ ഡേവിഡ്. ഇവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ ഇവനെ കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഏതായാലും നമുക്കൊന്ന് വീട്ടിൽ പോയി ഊണൊഴിക്കാം. അപ്പച്ചാ അത് എന്നോടും ഭംഗിമാക്കോ. എണീക്കടി വെച്ചേ വാ. എടാ ഡേവിഡേ, ആ കടലാസൊക്കെ ഇങ്ങെടുത്തുണ്ടോ? ഇപ്പോഴേ ഈ ബാങ്ക് അതുപോലുള്ള കാര്യങ്ങളുടെ പവർ ഓഫ് അറ്റോണി ഇവനങ്ങ് കൊടുത്തേക്ക്. അല്ലെങ്കിൽ എന്നും നിനക്കിവിടെ നോക്കാൻ പറ്റുമോ? ബിസിനസ് ഒന്നാന്തരമായിട്ട് നടക്കുന്ന സമയമാണ്. ഓരോരുത്തരും നല്ല ഡിമാൻഡും. ഇവന്മാരൊക്കെ പറ്റിക്കും. കള്ളക്കൂട്ടങ്ങളാണ്. മാനേജർമാരെ വിശ്വസിക്കാനേ ഉള്ളില്ല. നീ എവിടെയൊക്കെ സൈൻ ചെയ്യേണ്ടെന്ന് ഒന്ന് കാണിച്ചു കൊടുത്തേ. അപ്പച്ചാ, എനിക്കൊന്ന് ആലോചിക്കണം. ഇതിപ്പോ എന്താ ഇത്ര ആലോചിക്കാൻ? ഞാൻ ഇത്രയും ദിവസങ്ങളായിട്ട് ആലോചിക്കായിരുന്നു. പക്ഷെ ഞാൻ ഇത്രയും ദിവസങ്ങളായിട്ടും ഇതേക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ. ആലോചിക്കാൻ ഇനി പഴയ ആൾക്കാരെ വല്ലതും അന്വേഷിക്കണോ? പഴയ ആൾക്കാരോ? കുറെയൊക്കെ എനിക്കും അറിയാവുന്ന കുട്ടിക്ക് വെച്ചേ. ഒന്നുമില്ലേലും നിനക്കൊരു തന്തയുണ്ടായിരുന്നെങ്കിൽ അയാളുടെ പ്രായമുണ്ട് എനിക്ക്. പ്രശ്നങ്ങളൊന്നും വേണ്ട. പഴയ ആൾക്കാരൊക്കെ തിരിച്ചു വിളിക്കാൻ പറ്റിയ സമയമാ. തോന്നിവാസം പറയരുത്. പറയൂടി ഞാൻ വിചാരിച്ചാലേ നിന്നെ തെരുവിൽ ഇറക്കാൻ പറ്റും. നീ കൊന്നാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. എന്തിനാ ആ പാവം കൊച്ചിന് പോളൂ. ഓ, താനായിരിക്കും ഇവളുടെ ഇപ്പോഴത്തെ ആള്. എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത് അവളെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയായിരിക്കും. ഇപ്പൊ കാര്യങ്ങൾ പറയുമ്പോൾ അവക്കെന്താ ഒരു മടുപ്പ്? പവറ പറ്റോണ്ട് തരാൻ. അല്ലെങ്കിൽ ഇതാ വേറൊരുത്തരുണ്ടല്ലോ, കാണാനും കൊള്ളാം. സാർ അനാവശ്യം പറയരുത്. നീ പോടാവില്ലേ? അപ്പച്ചാ, ഒരു രജിസ്റ്റേഡ് കത്തുണ്ട്.
കല്യാണം കഴിഞ്ഞൊരു കൊച്ചുമായി. കെട്ടിയോ മരിച്ചപ്പോ അതുവരെ ഇല്ലാതിരുന്ന ഒരു തന്ത അനിയനും വന്ന് കല്യാണം നടന്നിട്ടില്ല, സ്വത്ത് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ ദൈവത്തിന് മുമ്പ് വെച്ച് പുരോഹിതം നടത്തിയ കല്യാണമല്ലേ? അതെങ്ങനെ ഒരുത്തം കയറി ഇല്ലെന്ന് പറയുന്നേ? എടി, ഒരു കേസ് എന്ന് പറയുമ്പോ ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും ന്യായം. ഇതിപ്പം നമ്മുടെ സൈഡില്ല. ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുമ്പോൾ നമ്മുടെ ഭാഗം നമ്മൾ തെളിയിച്ചു കൊടുക്കണം. അതിനിപ്പോ എത്ര വിരലാണെന്ന് തോന്നുന്നു. ന്യായം നമ്മുടെ സൈഡിലല്ലേ? പിന്നെ കോടതി കയറണം. മോൻ ചത്ത് 41 തികയുന്നതിന് മുമ്പ് മരുമോളെയും കൊച്ചിനെയും കോടതി കയറ്റുന്ന ഇയാളൊക്കെ ഒരു തന്തയാണോ? അങ്ങനെയും ചില തന്തമാരുണ്ടാവും. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഇത് കൈ കിട്ടിയപ്പോ എല്ലാം അങ്ങ് വിട്ടുകൊടുത്തേച്ച് ഓർഫനേജിലേക്ക് തിരിച്ചു പോയാലോ എന്ന് ആലോചിച്ചതാ. പേടിച്ചിട്ടല്ല. ജെയിംസ് ഉള്ളപ്പോഴും ഈ സ്വത്തും സൗകര്യങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും എനിക്ക് ചിലപ്പോ തോന്നാറുണ്ടായിരുന്നു, ഇതൊന്നും എന്റേതല്ല, എനിക്കെന്താ ഇതിനൊക്കെ യോഗ്യതയെന്ന്. എനിക്കൊന്നും വേണ്ട, പക്ഷെ ഈ കുഞ്ഞിന് അതിനുള്ള അവകാശമല്ലേ? നീ എന്തായി പറയുന്നത്? അവകാശം നിനക്കുമുണ്ട്, കുഞ്ഞിനുമുണ്ട്. ഇത് പാരമ്പര്യ സ്വത്തൊന്നുമല്ല. ഈ കാണുന്ന ഓരോന്നും ജെയിംസ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഇനി പാരമ്പര്യ സ്വത്താണെങ്കിലും ഭാര്യയ്ക്കും കുഞ്ഞിനും ആ അവകാശം. ആ അവകാശം ഒരമ്മായിയപ്പൻ വിചാരിച്ചാലും ഇല്ലാണ്ടാക്കാൻ ഒക്കില്ല. ജെയിംസിന്റെ കൂട്ടുകാരൻ രാജശേഖരൻ വക്കീലുണ്ടല്ലോ, അയാളെ പോയെന്ന് കാണണം. നാളെ ബാങ്കിൽ നിന്ന് ആള് വരും. നാളെ കഴിഞ്ഞാണെങ്കിൽ എനിക്കും സൗകര്യമായിരുന്നു. അത് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടോളാം. റോണിയെ അവനെ നീ പോകുമ്പോ അങ്ങോട്ട് വിട്ടേച്ചാ മതി. വക്കീലില്ലേ? കോടതി പോയല്ലോ. വരുമ്പോ ഞാൻ എന്തെങ്കിലും പറയണോ? വേണ്ട, ഞാൻ കോടതി പോയി കണ്ടോളാം. സാക്ഷി വിസ്താരം കേട്ടല്ലോ? കേട്ടു. സാക്ഷി പറഞ്ഞതെല്ലാം സത്യമാണോ? അല്ല. നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടോ? ഇല്ല.
പ്രതിഭാഗം വക്കീലിന് എന്തെങ്കിലും പറയാനുണ്ടോ? യെസ്, പ്രൊസീഡ്. സാറേ, ഡിഫൻസ് ആർഗ്യുമെന്റ് ഒന്ന് കഴിഞ്ഞിട്ട് പറ. പ്രതിഭാഗം വക്കീലിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇയാൾക്ക് ആ തിരുവായൊന്ന് തുറന്നൂടെ? സുഖമായിട്ട് ഒരു പോരാവുന്ന കേസാ. അതിന് ഇയാളെ കേസേൽപ്പിച്ച നമ്മളെ വേണം തല്ലാൻ. എന്തെങ്കിലും പറയാനുണ്ടോ? എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. പ്രതിയുടെ പേരെന്താ? രാഘവൻ. Your Honor, the accused Raghavan, the accused Raghavan is innocent, Your Honor. ഇവിടെ കുറച്ച് വെള്ളം കിട്ടും. കേസ് തുലയ്ക്കും. Silence. Silence. പ്രതിയെ ശിക്ഷിക്കാൻ വേണ്ട തെളിവുകളുണ്ട്. യെസ്, പ്രതിഭാഗം വക്കീൽ ദയവ് ചെയ്ത് കേസ് പഠിച്ചിട്ട് വരൂ. യെസ് യുവർ ഓണർ. ഈ കേസ് അടുത്ത 15-ാം തീയതിക്ക് അവധിക്ക് വെച്ചിരിക്കുന്നു. നടക്കണോ? ഇത് കോടതിയാ. എന്നെ രാഘവട്ടെ വെറുതെ ഇവനെ ഞാൻ വെറുതെ വിട്ടു. തന്നോട് ഈ നാട്ടുകാർ 100 വട്ടം പറഞ്ഞിടൂ ആ പരട്ട വക്കീലെടുത്ത് കേസ് ഏൽപ്പിക്കരുതെന്ന്. എന്നിട്ട് ഞാൻ കേട്ടോ? അച്ചമ്പത്തത്തിന് പഠിക്കാൻ പോയവനൊക്കെ വക്കീലാകാൻ നടക്കുന്നു. എന്നെ തൂക്കി കൊന്നാലും ശരി, ഏവനെ കൊന്നിട്ട് ഞാൻ ഈ വക്കീലിനെ ഇന്ന് ഞാൻ കൊല്ലൂടാ. പറഞ്ഞാൽ മനസ്സിലാവട്ടെ. സാറേ, ഓടി രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഓമാരടിച്ച് ചമ്മന്തിയാക്കും. രാഘവനും പാർട്ടി എഴുതി ഓടിക്കോ. ക്രോസ് കൺട്രി റേസ്. എന്നെ പിടിക്കാൻ പറയാ ആളെ എന്നെ പിടിക്കാനുണ്ട്. കേൾക്കും. നിങ്ങളാരാ? നിങ്ങളാരാ? അത് കൊള്ളാം. എന്റെ വണ്ടി വന്ന് ഓടിക്കറിട്ട് ഞാൻ ആരാണെന്നോ? ഇറങ്ങ. ആ എന്നെ ആ കോടതി വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ? എന്താ നിങ്ങളുടെ പേര്? സൂസന്ന. എന്റെ പേര് അഡ്വക്കേറ്റ് ജോർജ് കോര വെട്ടിക്കൽ. വെട്ടിക്കൽ എന്ന് പറയുമ്പോ അതെന്റെ കുടുംബപ്പേരാ. ദയവ് ചെയ്ത് വെട്ടിപ്പ് വക്കീലെന്നും കോര വക്കീലെന്നും എന്നെ വിളിക്കരുത്. നല്ല ഒന്നാന്തരം പേരാ ജോർജ്. അതെന്റെ പേര്. കോര എന്നുള്ളത് എന്റെ അപ്പന്റെ പേരാ. പക്ഷെ അത് കൂട്ടിയ ആളുകൾ എന്നെ വിളിക്കും. അതെന്താന്ന് വെച്ചാല് എന്റെ അപ്പനോടുള്ള ബഹുമാനം കൊണ്ടൊന്നുമല്ല. കാണാൻ കൊള്ളാവുന്ന ഒരുത്തനെ, പ്രത്യേകിച്ച് എന്നെ പോലുള്ള റെപ്യൂട്ടഡ് പൊസിഷനുള്ള ഒരുവനെ, അതായത് വക്കീലിനെ പോലെ മാന്യമായ ജോലിയുള്ള ഒരുവനെ
പോരാ, മാത്തൻ, പോത്തൻ, കുട്ടപ്പായി എന്നൊക്കെ വിളിക്കുമ്പോ ഈ വിളിക്കുന്നവൻ ഒരു സാഡിസ്റ്റിക് പ്ലഷർ ഉണ്ട്. അതാണ് എന്റെ കാര്യം. നിങ്ങളെങ്കിലും എന്നെ കോര വയ്ക്കില്ലെന്ന് വിളിക്കരുത്. അല്ല, നമ്മളൊരു വല്ലാത്ത സിറ്റുവേഷനെ കണ്ടുമുട്ടി. ഇപ്പൊ അങ്ങ് വരികയും ചെയ്യും. ഇനി എപ്പ കാണാൻ എന്ത് വിളിക്കാനല്ലേ? അല്ല, നിങ്ങൾ ആരാ നിങ്ങളെ ചേസ് ചെയ്തത്? ആരാ എന്നെ ചേസ് ചെയ്തെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോ ആരെങ്കിലും ചേസ് ചെയ്തോ ഇല്ലയോ അതും എനിക്കറിയില്ല. എനിക്കങ്ങനെ തോന്നി. അവരെ കണ്ടപ്പോ വല്ലാത്ത പേടിയും. വലിയ പ്രശ്നമായല്ലോ. ഇപ്പൊ ഇതിന്റെ പുറകെ എന്തൊക്കെ പരിപാടിയാണോ വരാൻ പോകുന്നത്? എന്റെ ഗുമസ്തന സാറേ, പേടിച്ചു പോയല്ലോ. അവന്മാര് പോയി സാറേ. അല്ല, അവർ തരാതെ പോയോ? ലേശം ബാലൻസ് ഉണ്ടായിരുന്നല്ലോ. ബാലൻസ് തരാനായിരുന്നു സാറിനെ അന്വേഷിച്ച് അവന്മാര് നടന്നത്. അതിനിടയിൽ സാറ് ധൃതി പിടിച്ചിങ്ങ് പോരുകയും ചെയ്ത്. അപ്പോഴായി എന്നെ കണ്ടുമുട്ടിയത്. തന്നു. പ്രശ്നങ്ങളെ, കക്ഷികളുമായിട്ടുള്ള ഓരോ പ്രോബ്ലംസ്. എന്ത് ചെയ്യാനെന്ന്. അല്ല, നിങ്ങൾ എന്തിനാ കോടതി വിളപ്പി വന്നേ? ഞാൻ അഡ്വക്കേറ്റ് രാജശേഖരൻ ഒന്ന് കാണാൻ വന്നതാ. ആ പുള്ളി വാറിലുണ്ടായിരുന്നല്ലോ. ഞാൻ വേണേ ഡ്രോപ്പ് ചെയ്യാം. കയറിക്കും. അവര് പോയ പിള്ളച്ച പോയി സാറേ. ആണോ? ഉറപ്പ്. അല്ലെങ്കിൽ പണ്ടത്തെ കാഞ്ഞങ്ങാട് പാർട്ടിയെ പോലെ ഡബിൾ പേയ്മെന്റ് ആവുമോ? തനിക്കും കിട്ടി, എനിക്കും കിട്ടി. കുഴപ്പമൊന്നുമില്ല. നവകർ ആരെങ്കിലും. താങ്ക് യു മിസ്റ്റർ കോ. ആ, ഇതാണ് ഞാൻ പറഞ്ഞത് സാഡിസ്റ്റിക് പ്ലഷർ എന്ന്. സോറി. ആ, മറന്നു പോകും. എന്റെ കാർഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനാ എന്റെ കാർഡ്? നമ്മൾ തമ്മിൽ കാണാൻ പോകുന്നു. ചേരണം. സൂസന്നയ്ക്ക് എന്നോടൊന്നും തോന്നരുത്. ഓഫ്കോഴ്സ് ജെയിംസ് ഉണ്ടായിരുന്നപ്പോ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഫാമിലി ഫ്രണ്ട് ആയിരുന്നു. ഇന്ന് ജെയിംസ് ഇല്ല. ജെയിംസിന്റെ അപ്പനും സൂസന്നയും തമ്മിൽ സ്വത്ത് സംബന്ധിച്ച തർക്കം. നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? തർക്കം എന്ന് പറയുമ്പോ അത് എനിക്കൂടി അവകാശപ്പെട്ടല്ലേ? എന്റെ കുട്ടിക്ക് അവകാശപ്പെട്ടല്ലേ? ന്യായമായ ഒരു കാര്യത്തിനാണല്ലോ ഞാൻ വന്നത്. ന്യായത്തെക്കുറിച്ചോ അന്യായത്തെക്കുറിച്ചോ ഞാനൊന്നും പറയുന്നില്ല കുട്ടി. ജെയിംസിന്റെ അപ്പനും എന്റെ സുഹൃത്ത് തന്നെയാ. മകൻ മരിച്ച വിഷമത്തിലാ അദ്ദേഹവും. മരണത്തിന്റെ ചൂടാറും മുമ്പ് മരുമകളും അപ്പനും കൂടി സ്വത്തിന്റെ കാര്യം പറഞ്ഞ് കോടതിയിലെത്തുക എന്ന് പറഞ്ഞാൽ ഇത് അവിടം വരെ എത്തിക്കാതെ രമ്യമായിട്ടൊന്ന് പരിഹരിച്ചുകൂടെ? അദ്ദേഹം ജീവിച്ചിരുന്നപ്പോ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാതിരുന്നവര് പ്രിയത്ത് വെക്കുന്നു, കൈവരിച്ച് പ്രാർത്ഥിക്കുന്നു, സ്നേഹം അഭിനയിക്കുന്നു. ആ മനുഷ്യൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ വൃത്തികെട്ട വർത്തമാനങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ല. ശബ്ദമുണ്ടാക്കാതെ. അയാൾക്കും ചിലതൊക്കെ പറയാനുണ്ടാവും കോടതിയിൽ. അത്ര സുഖകരമായിട്ട് നടന്ന ഒരു കല്യാണമൊന്നും അല്ലല്ലോ ഇത്. കണ്ടവരില്ല, അറിഞ്ഞവരില്ല. ജെയിംസ് ഉള്ളപ്പോ എന്തെങ്കിലും ആവട്ടെ. പള്ളിയിൽ വെച്ച്. ഏത് പള്ളി വെച്ചാ കുട്ടി? ഇതൊക്കെ ആൾക്കാരോട് കള്ളം പറയാമെന്നല്ലാതെ റെസ്ക്യൂ ഹോം, പോലീസ് സ്റ്റേഷൻ, ഇവിടെയൊക്കെ താൻ കയറി ഇറങ്ങിയതിന്റെ റെക്കോർഡ് രേഖകളുണ്ട്. ഇതൊക്കെ ഇല്ലാതെ തെളിയിക്കാൻ പറ്റുമോ? 3 ഞായറാഴ്ച വിളിച്ചു ചൊല്ലി നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞ ക്രിസ്ത്യൻ വിവാഹം. ഇത് അങ്ങനെയാണ് നടന്നതെന്ന് തെളിയിക്കാൻ പറ്റുമോ? പറ്റും. അങ്ങനെ തന്നെയാണ് നടന്നത്. ജെയിംസ് എല്ലാം പറഞ്ഞിട്ടുള്ളതല്ലേ റെസ്ക്യൂ ഹോമിന്റെ മറ്റും കാര്യം. ജെയിംസിനെ എനിക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ഭാര്യയെയും എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പൊ സൂസനെ ആ റെസ്ക്യൂ ഹോമിലെ ഒരു ഗോൺ കേസായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. സോറി, ഐ എം ഹെൽപ്ലെസ്. ജെയിംസേ, യു ആർ ലക്കി. നോട്ട് ബിക്കോസ് യു ആർ റിച്ച്, ബിക്കോസ് ഓഫ് ഹെർ. അഡ്വക്കേറ്റ് രാജശേഖരൻ എന്റെ അടുത്ത സുഹൃത്താണ്. മൈ വൈഫ് സൂസന. ഹലോ നമസ്കാരം. ജെയിംസേ, യു ആർ ലക്കി. നോട്ട് ബിക്കോസ് യു ആർ റിച്ച്, ബിക്കോസ് ഓഫ് ഹെർ. മതിയോ സാറേ? ഇനി അടിച്ച നെഞ്ചെടുക്കും സാറേ. അയ്യോ, ഈ കേസ് സുപ്രീം കോടതിയിൽ പോയാൽ മിസ്റ്റർ ജോർജ്,
ആ നിങ്ങളാണോ? Can you help me? യെസ്. പക്ഷേ ഇപ്പൊ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്താ? വീട്ടിലൊന്ന് ഡ്രോപ്പ് ചെയ്യണം. ഇവൻ ഇന്നങ്ങ് സ്റ്റാർട്ട് ആവുന്ന ലക്ഷണമില്ല. ഈ കേസിൽ ഇപ്പോ ഒരു വാദിഭാഗം വക്കീലിന് പേടിക്കേണ്ട പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ വിവാഹം നടന്നിരിക്കുന്നു, അതും പള്ളിയിൽ വെച്ച്. ഇപ്പോ രജിസ്റ്റർ വിവാഹമാണെങ്കിൽ ആണെന്നും അല്ലെന്നും തെളിയിക്കാം. അതിനൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ട്. പക്ഷെ ഇത് ക്രിസ്ത്യൻ മാരേജ് ആക്ട് പ്രകാരം ഒരു പള്ളിയിൽ വെച്ച് ഒരു പുരോഹിതന്റെ മുമ്പിൽ വെച്ച് സാക്ഷികളുടെ മുമ്പിൽ വെച്ച് നടന്ന വിവാഹമല്ലേ? അതെ. അപ്പൊ കസ്റ്റമറി മാരേജ്. അതിപ്പോ തെളിയിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. പിന്നെ ഭർത്താവിന്റെ വീട്ടുകാരെ വെറുതെ ഒന്ന് വരട്ടി നോക്കിയതാ. പേടിച്ചാലങ്ങ് പേടിക്കട്ടെന്ന് വിചാരിച്ചാണ്. ഇപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാൽ, ഏത് പള്ളിയിൽ വെച്ചാ വിവാഹം നടന്നു? സെയിന്റ് ആന്റണീസ് ചർച്ച്. അവിടെ പോയി വിവാഹ തീയതിയും മറ്റും കാണിക്കുന്ന ഒരു വിവാഹ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക. അതിന്റെ കോപ്പി വെച്ച് കീഴ്ക്കോടതിയിൽ ഒരു സക്സഷൻ OP ഫയൽ ചെയ്യുക. തീർന്നു. രാജശേഖരൻ വക്കീൽ ഈ കേസ് എടുക്കാതിരുന്നത് അദ്ദേഹത്തിന്റെ ഇതൊന്നും അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. ഒരുപക്ഷെ അയാൾ പറഞ്ഞ പോലെ നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെ ഒരു കേസ് എന്തിനാ ഈ പുലിവാലെ എന്നൊക്കെ വിചാരിച്ചിട്ടാവേ. എന്താ ഇത്? ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. സാരമില്ല, വെച്ചോളൂ. അപ്പോ കേസ് ഞാൻ തന്നെ വാദിക്കണം അല്ലേ? എക്സ്ക്യൂസ് മീ. എന്തായാലും ഇങ്ങനെ സാറേ, സാറേ ഇതിലും ഭേദം വല്ല ഈ പണിക്ക് പോകുന്ന പോക്കരുതെന്ന് പറയാം കേട്ടോ. അതൊക്കെ പറ. കാണാതെ പഠിച്ചും കോപ്പി അടിച്ചും പരീക്ഷ പാസ്സാകേണ്ട കാര്യമില്ല സാറേ. ബുദ്ധി വേണം, ബുദ്ധി. സാറേ ഇങ്ങോട്ട് നോക്കി, പല താപ്പാനകളോടും കൂടി നിന്നുള്ള ഗുമസ്തനാ ഞാൻ. ആ രാജശേഖരൻ വക്കീല് ഈ കേസ് കുഴപ്പമെന്താണെന്ന് അറിയാമോ? ബുദ്ധിമുട്ടുള്ള കേസാണെന്നൊക്കെ പറഞ്ഞ് കൂടുതൽ കാശ് വാങ്ങിക്കാനാ. സാറിന്റെ വർത്തമാനം കേട്ടാത്തൊന്നും ഈ കേസിന് വക്കീലിന്റെ ആവശ്യമില്ലെന്ന്. പിന്നെ നമ്മുടെ പാവത്തം കണ്ട് ആ കൊച്ചി നക്കാപ്പിച്ചു തന്നതാ. നക്കാപ്പിച്ചൊന്നും അല്ലടോ. രൂപ 10,000 ഉണ്ട്. 10,000. 10,000. 10,000 ഒന്നും അല്ല സാറേ. രൂപ ലക്ഷക്കണക്കിന് നമ്മുടെ പെറ്റിൽ വന്ന് വീണ്ട കോളായത്. ദൈവം കൊണ്ട് തന്നതാ. ലക്ഷക്കണക്കിന് രൂപയോ? ചതിക്കും വഞ്ചനയ്ക്കൊന്നും ഞാനില്ല. ദൈവകോപം കിട്ടും, അതിന് ഞാനില്ല. അയ്യോ എന്റെ പൊന്നു സാറേ, ഇതിൽ ചതിയും വഞ്ചനയൊന്നും ഇല്ല. ആ കൊച്ചിന്റെ പഴുതിയും പ്രകൃതവും കണ്ടിട്ട് നമ്മളങ്ങനെ തഴഞ്ഞ സ്വത്തും വേണ്ട, പുരയിടവും വേണ്ട, എല്ലാം അമ്മായിയപ്പൻ എടുത്തോട്ടേ എന്ന് കരുതുന്ന പ്രകൃതമാണ്. അപ്പോ നമ്മളിടപെട്ട ആ സ്വത്ത് വാങ്ങിക്കൊടുക്കുന്നു, ആ കുഞ്ഞിനെ രക്ഷിക്കുന്നു. അതിന്റെ ഒരു വിഹിതം നമുക്ക് കിട്ടുണ്ടായോ? സ്വത്തെന്ന് പറയുമ്പോ 1-2 രൂപയല്ല, ലക്ഷക്കണക്കിന്. എന്റെ ഊഹം ശരിയാണെങ്കിൽ കോടിയുടെ മേലെ പോകുന്ന കളിയാ. ഒരു 2%, 2% നമുക്ക് തരാൻ പറ. വെറും 2%? 1 കോടിയുടെ 2% എന്ത് വരും? 2 ലക്ഷം. 2 lakhs. 2 lakhs. അതെ, ഞാൻ കാണാതെ കിടന്ന ചില ലീഗൽ പ്രശ്നങ്ങളുണ്ട്. അത്ര എളുപ്പത്തിൽ ജയിക്കാവുന്ന ഒരു കേസല്ല ഇത്. അതാ മറ്റേ വക്കീൽ വിട്ടു കളഞ്ഞു. പേടിക്കണ്ട, എന്ത് റിസ്ക് എടുത്തും എന്റെ ജീവൻ പണയം വെച്ചും ഈ കേസ് ഞാൻ വാദിച്ച് ജയിപ്പിക്കാം. പിന്നെ എന്റെ ഫീസിന്റെ കാര്യം അതെത്രയായാലും പ്രശ്നമില്ല. അല്ല, പിന്നീട് പ്രശ്നമാകരുത്. മൊത്തം സ്വത്തിന്റെ 2% എനിക്ക് കിട്ടണം. 2%. സമ്മതിച്ചു. എങ്കിലും ഒരാഴ്ചക്കുള്ളിൽ ഞാനും കുമസ്തനും കൂടെ നിങ്ങളുടെ വീട്ടിൽ വരുന്നു. ഒന്നുകൂടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ആദ്യം നമ്മൾ ആ പള്ളിയിൽ അച്ഛനെ ചെന്ന് കാണുന്നു. ശരി. അവനെ ആ വികാരിയുടെ അഡ്രസ് ഒന്ന് തന്നെ. വിവാഹ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞ് ഞാനൊരു കത്ത് എഴുതിയേക്കാം. പരമേശ്വരൻ വക്കീല് ചത്തേ പിന്നെ വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കുന്നത് ഇന്നാ അല്ല സാറിനുണ്ട്. എന്താ പൂക്കട്ട? ഇത് സാറിന് കുറച്ച് പാന്റ് ഷർട്ടുവാ. മാന്യന്മാരായിട്ട് ഇടപഴകുമ്പോ എല്ലാം അതിന്റേതായ രീതിയിൽ വേണ്ടേ? ഇത് വാഴക്കൊല കേസല്ലല്ലോ. നോക്കണം സാറേ.
How is my selections? തിരി കൂടുതലല്ലേ പിള്ളേച്ച? ഏയ് സാർ ഇതൊക്കെ ഇട്ട് നടന്നാലേ ഒരു വെയിറ്റ് ഉണ്ടാവുള്ളൂ. ഈ കത്ത് നാളെ തന്നെ പോസ്റ്റ് ചെയ്യണം. ആ പള്ളി വികാരിക്കുള്ള. ഗുഡ് മോർണിംഗ് മിസ്റ്റർ കോ. അല്ല ജോർജ്, വരൂ. എത്രയായി? 450 രൂപ. അയ്യോ അവിടെ ഫീസ് സാറേ. ടാക്സിക്ക് കൂലി ഞാനിപ്പോ കൊടുക്കാം. ശരി. ഇതൊക്കെയാണ് രീതി. എടോ ഇപ്പൊ കൊണ്ടുവരും. ശരി നടക്ക്. സൂസനെ, കുരിശും തൊട്ടിയുടെ കാര്യത്തിന് കാശൊന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലണ്ടെന്നാ വലിയ പിതാവ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അരമനയ്ക്ക് കാശില്ലെന്ന്. ഇടവകക്കാരുടെ ഏക്കം പോലെ പിരിവിടുക, അല്ലാതെ ഞാൻ ഒരു വഴിയും കാണുന്നില്ല. ഇനിയിപ്പോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതനുസരിച്ച് മുന്നോട്ട് നീങ്ങാം. എക്സ്ക്യൂസ് മീ. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. ആരാ? എന്താ? ഞാൻ ജോർജ് ഗോര വെട്ടിക്കൽ, അഡ്വക്കേറ്റ്. ഒരു കത്ത് അയച്ചിരുന്നു, ഒരു വിവാഹ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ട്. ഓ, കത്തുകളെല്ലാം കൂടി കപ്പ്യാരെ ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ. നിങ്ങൾ കപ്പ്യാരെ കാണൂ. യോഗം കഴിഞ്ഞാലുടൻ ഞാൻ സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്തു തരാം. അതിപ്പോ നിങ്ങൾ പറയും പോലെ ആ തീയതിയിൽ അങ്ങനെ ഒരു കല്യാണം ഇവിടെ നടന്നിട്ടേ ഇല്ല. വേറെ പല കല്യാണങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. നിങ്ങൾ പറയും പോലെ ഒരു കല്യാണം ഇവിടെ നടന്നിട്ടില്ല, രേഖയിലില്ല. നിങ്ങൾ എന്ത് അനാവശ്യമാണ് പറയുന്നത്? ഈ പള്ളി വെച്ച് എന്റെ കല്യാണം നടന്നത്. കെട്ടുകഴിഞ്ഞതാ ഈ മുറി വെച്ച് ഈ രജിസ്റ്ററിലാണ് ഞാൻ ഒപ്പിട്ടത്. പിന്നെ ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അത്ര വിശ്വാസക്കാരാണെങ്കിൽ കൊച്ചു തന്നെ അങ്ങ് നോക്ക്. കഴിഞ്ഞ 15 വർഷത്തെ രജിസ്റ്ററാ.
സൂസന്നാന്ന് തന്നെ അല്ലേ മാമോസ പേര്? അതെ. എന്നാലേ ആ തീയതിയിലെന്നല്ല, ആ കൊല്ലം അങ്ങനെ ഒരു കല്യാണം ഇവിടെ നടന്നിട്ടേ ഇല്ല. എന്താ അവിടെ? എന്താ ഫാദർ ഇത്? ഈ പള്ളിയിൽ വെച്ച് നടന്ന വിവാഹമാണ്. ഇയാളിപ്പോ പറയുന്നു രജിസ്റ്ററിലില്ല, അങ്ങനെ ഒരു വിവാഹം നടന്നിട്ടില്ല എന്നൊക്കെ. എന്താ ഇങ്ങനെ? അച്ചോ, ഇവര് പറയുന്നത് 1981 ഏപ്രിൽ 14 തീയതി. അന്ന് അങ്ങനെ ഒരു കല്യാണം നടന്നതായി രേഖയിലില്ല. നടക്കാത്ത കല്യാണം നടന്നു എന്ന് ഞാൻ എങ്ങനെയാണ് അച്ചോ എഴുതി കൊടുക്കുന്നത്? താനാ ബുക്കിംഗ് എടുത്തേ? ബുക്കിലില്ല. ബുക്കിലില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? കുട്ടി വിഷമിക്കണ്ട. ഏതച്ഛനാണ് ഈ കല്യാണം നടത്തി തന്നതെന്ന് കുട്ടിക്ക് ഓർമ്മയുണ്ടോ? ഫാദർ ഗബ്രിയൽ. അദ്ദേഹമായി കല്യാണം നടത്തി തന്നത്. അങ്ങനെ ഒരു വികാരി ഇവിടെ ഇരുന്നിട്ടല്ലേ അച്ചോ? ഈ കൊച്ചു പറയുന്ന കൊല്ലക്കണക്ക് വെച്ച് നോക്കുമ്പോ ഫാദർ ശ്രീയൊക്കെ അന്നത്തെ വികാരി. അതെ, ഫാദർ സിറിയക്കായിരുന്നു അന്നത്തെ വികാരി. എന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് ഗബ്രിയൽ അച്ഛൻ വന്ന് കല്യാണം നടത്തി തന്നതാ. അദ്ദേഹം ഒന്ന് ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിലെ റെക്ടർ ആയിരുന്നു. ഫാദർ ഗബ്രിയൽ? അദ്ദേഹത്തെ എവിടെയുണ്ട്? എനിക്ക് പരിചയമില്ല. അദ്ദേഹം ഇപ്പോൾ എവിടെയുണ്ടെന്ന് അറിയണമെങ്കിൽ അരമനയിൽ തന്നെ അന്വേഷിക്കണം. കൊച്ചു ബിഷപ്പിന്റെ PA ഉണ്ട്, ഫാദർ കുരുവിള. അദ്ദേഹത്തെ കാണുക നല്ലത്. ഗബ്രിയൽ അച്ഛൻ ഓർഫനേജിന്റെ ചാർജ് വിട്ടിട്ട് 3 വർഷമായി. പ്രായക്കൂടുതൽ കാരണമാ. അദ്ദേഹം ഇപ്പോ സ്നേഹനിലയത്തിൽ വിശ്രമ ജീവിതം നയിക്കുക. സ്നേഹനിലയം എന്ന് പറയുമ്പോ വൃദ്ധരായ കുറെ പുരോഹിതരും കന്യാസ്ത്രീകളും ഒക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അഡ്രസ് തരാം. ആരാ? ഗബ്രിയൽ അച്ഛനെ ഒന്ന് കാണണം. എന്താ കാര്യം? ഇവരുടെ വിവാഹം സംബന്ധിച്ചൊരു കേസുണ്ട്. ഭർത്താവ് മരിച്ചുപോയി. ഗബ്രിയൽ അച്ഛനാണ് കല്യാണം നടത്തി കൊടുത്തത്. ഫാദർ ഗബ്രിയൽ അച്ഛനെന്നെ അറിയാം, നന്നായിട്ടറിയാം. പേര് പറഞ്ഞാ മതി. സൂസന്ന. സിസ്റ്റർ ആഗ്നസ്, ഇവർക്ക് ഫാദർ ഗബ്രിയലിനെ ഒന്ന് കാണിച്ചു കൊടുക്കും. വരൂ. മോൻ അച്ഛനെ കാണുമ്പോ എന്ത് പറയും? ടാബ്ലറ്റ്സ് കൊടുക്കും. എന്നിട്ട് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയും. പിന്നെ 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 ഗോഡ് ബ്ലെസ് യു എന്ന് പറയും. ഫാദർ ചെവി കേട്ടുകൂടാ. നിങ്ങളെ കണ്ടാ തന്നെ തിരിച്ചറിഞ്ഞൊന്നും വരില്ല. ഓർമ്മയും കുറവാ. ചില സമയത്ത് സ്വന്തം പേരൂടെ മറന്നുപോകും. ഫാദർ, ആരാ? ആരാ? അന്ന് പള്ളിയില് അച്ഛൻ സൂസന്യ. ഇവരാരാ? ഓർഫനേജിലെ സൂസന്യ. ഇവരെന്താ ഈ പറയുന്നേ? മാലാഖമാർക്ക് കൊച്ചു കൊച്ചു തെറ്റുകൾ പറ്റുമ്പോ ഭൂമിയിൽ ജനിക്കും. അവരെ നല്ല പെൺകുട്ടികൾ. അങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ലേ? ആ സൂസന്യ. ഇവരെന്താ ഈ പറയുന്നത്? ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിലെ റെക്ടർ ആയിരുന്നില്ലേ? അന്ന് ഏപ്രിൽ 14 തീയതി ഇവരുടെ കല്യാണം നടത്തി. ഇവരാരാ? സൂസനെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ടാബ്ലറ്റ്സ്. God bless you. Tada.
ഇല്ല, ഇത് നടക്കില്ല. എങ്ങനാ? സർട്ടിഫിക്കറ്റ് ഇല്ല, സാക്ഷികളില്ല. ഇല്ല, ഇത് നടക്കില്ല. ഫയലിലെടുക്കൂടില്ല. നിങ്ങൾ വിവാഹിതയല്ല, നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല, വിധവയുമല്ല, ഒരു കുട്ടിയുണ്ട്. സ്റ്റോപ്പ് ഇറ്റ്. കേസ് വാദിക്കണം അല്ലേ? ആ പെണ്ണ് കൊച്ചോടെ നോക്ക്. ജോർജ്, സാറേ, മിസ്റ്റർ ജോർജ്. ആരാ? ഓ, വന്നോ? എന്റെ പൊന്ന് പെങ്ങളെ, എന്നെ വെറുതെ വിട്ടേക്ക്. ഞാൻ വിചാരിച്ച ഈ കേസ് ജയിക്കുകയില്ല. നിങ്ങൾ പഠിപ്പും വിവരമുള്ള വേറെ ഏതെങ്കിലും അഡ്വക്കേറ്റിനെ പോയി. ഞാനൊരു പാവമാണ്. ഇനി തല്ലുകൊള്ളാനും ഇല്ലാത്ത സാക്ഷികളെ ഉണ്ടാക്കാനും ഒന്നും എനിക്ക് വയ്യ. തല്ലും കൊണ്ട് ആശുപത്രി കിടന്നാലേ ഒറ്റ എണ്ണം ഉണ്ടാവില്ല തിരിഞ്ഞു നോക്കാൻ. ഒടിഞ്ഞ കൈയും കാലും കെട്ടിത്തൂക്കി ഒരു കൈക്ക് മറുകൈ സഹായമില്ലാതെ ഞാനിവിടെ ഇത്രയും ദിവസം കിടന്നിട്ടും നിങ്ങൾ പോലും വന്നു നിന്നല്ലേ? തെറ്റിദ്ധരിക്കരുത്. തിരക്കുണ്ടാ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും കൂടി സാധിച്ചില്ല. അതെ, നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാര്, തിരക്കുള്ള മനുഷ്യര്. ഞാൻ പാവം. എന്നെ വെറുതെ വിട്ടേക്ക്. ഇനി ഈ പരുവത്തിലായാലേ കഞ്ഞുകൂടി മുട്ടിപ്പോകും പെങ്ങളെ. എന്തായത്? കുറച്ച് പണം. അയ്യോ വേണ്ട, അതിനുള്ള പണിയും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഗുണ്ടാഫീസായിട്ടാണെങ്കിൽ തല്ലു കൊണ്ടതല്ലാതെ ഹീറോയിസം കാണിച്ച് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടൊന്നുമില്ലല്ലോ. വേണ്ട പെങ്ങളെ. ഓട്ടോ. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട.
വക്കീലേ വക്കീലേ കോര വക്കീലേ ആരാ? വാതിലും തുറന്നേ. എന്താ? ഒരു ജാമ്യം എടുക്കാനാ. എന്താ? എന്താ? സാറേ 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 എന്താ ഇത്? ആരാ ഇതൊക്കെ ചെയ്തത്? അന്നത്തെ ആ മുടിഞ്ഞ ജീപ്പ് പാർട്ടികളാ സൂസന്നയുടെ കേസിലേ. അത് നമ്മളെ കേസ് വിട്ടതല്ലേ? അത് വിട്ട കാര്യം സൂസന്നക്കല്ലേ അറിയൂ, വലിയവന്മാർക്ക് അറിയില്ലല്ലോ. സാറിന് പറഞ്ഞോളായിരുന്നു. തലങ്ങും വിലങ്ങും ആടി വരുമ്പോ എന്ത് പറയാനാടോ? എന്നെ തല്ലിയന്മാരെ വന്നാൽ ഞാൻ വെറുതെ വിടുകയല്ല, കോടതി കയറ്റും. ഇന്ന് തന്നെ പോലീസ് കംപ്ലൈന്റ് ചെയ്യും. അത് വേണോ? ആ വേണം. വക്കീലെ സാറേ ഒന്ന് തന്നെ. എന്താ? കോര വക്കീലല്ലേ? അതെ. ഒരു കേസുണ്ട്, ക്രിമിനലാ, കൊലപാതകം. ആ ഒഴിവുണ്ടോ എന്ന് സംസാരിക്കാൻ? ഇപ്പൊ സംസാരിക്കാം. എന്നാ വരൂ. ഒന്ന് വെക്കണേ, എനിക്ക് ആ പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുക്കാൻ ഇപ്പൊ മനസ്സിലാകണം ഞങ്ങൾക്ക് എന്ത് സാധിക്കുമെന്ന്. നീ പോലീസ് കംപ്ലൈന്റ് ചെയ്യല്ലടാ. ഇനി നിന്നെ ഈ നാട്ടിലെങ്ങാനും കണ്ട വെട്ടിക്കൊന്ന് കടലെറിയും.
ക്ഷമിക്കണം, ഞാനൊന്ന് കുറച്ച് ഇമോഷണൽ ആയിപ്പോയി. വരൂ, അകത്തിരിക്കാം. ജീവിതത്തിൽ അടി കൊണ്ടിട്ടില്ല, കൊടുത്തിട്ടുമില്ല. ആദ്യമായിട്ട് അടി, അതും കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ള അടി. ഞാൻ ഭയന്നുപോയി. അതുകൊണ്ടാ ഞാനന്ന് കേസ് വേണ്ടെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം അവരെന്റെ ഓഫീസ് തല്ലി തീർത്തു. അത് പരാതി പറയാൻ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ വഴിക്ക് വെച്ച് പിന്നെയും കിട്ടിയ അടി. അയ്യോ, ഞാൻ കാരണം. അതുകൊണ്ടല്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അടി കൊണ്ടൊരു ശീലമായി. ഇത് ഇത്രയേ ഉള്ളൂ എന്ന് തോന്നി തുടങ്ങി. ഇനിയിപ്പോ കൊടുത്തൂടെ ശീലിച്ചാൽ വേറെ എന്തെങ്കിലും തൊഴിലാണേലും ഇറങ്ങാമല്ലോ. ഐ മീൻ, വല്ല ചട്ടം പിത്തരോ വല്ലതൊക്കെ കൊണ്ട് എക്സ്പീരിയൻസ് ആയി. ഇനിയിപ്പോ കൊടുത്തൂടെ എക്സ്പീരിയൻസ് ആയാലായി. അതുമല്ല, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, നിന്റെ ഇടത് കരണത്തടിക്കുന്നവന് വലത് കരണം കൂടെ കാണിച്ചു കൊടുക്കാനാ. പിന്നെയും വലത് കരണത്തടിച്ചാൽ എന്ത് ചെയ്യണമെന്ന് ക്രിസ്തു പറഞ്ഞിട്ടില്ല. അന്നേരത്തെ സൗകര്യം അനുസരിച്ച് തിരിച്ചു തരണമെങ്കിൽ തല്ലുവോ ഓടണമെങ്കിൽ ഓടുവോ എന്ത് വേണേ ചെയ്തോട്ടെന്ന് വെച്ചിട്ടാ പുള്ളിക്കാരൻ ആ ഭാഗത്ത് അങ്ങ് സൈലന്റ് ആയത്. ഇനിയിപ്പോ കുറച്ചുകൂടെ ശക്തമായ രീതിയിൽ ഒരു അടി വന്നാലും ശരി, ഞാൻ ഈ കേസ് പ്രൊസീഡ് ചെയ്യാം. താങ്ക്സ്. പക്ഷേ ഒരു വാക്ക്, അത് നിങ്ങൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ബട്ട് ഒരു വാക്ക്, അതിലൊരു ആൻസർ എനിക്ക് വേണം. എന്താ? അല്ല, നമ്മൾ ആ പള്ളിയിൽ പോയി വിവാഹം നടന്നു എന്ന് നിങ്ങൾ പറയുന്നു, നടന്നില്ല എന്ന് ഒരുപാട് തെളിവുകളും ഉണ്ട്. എന്തോ എനിക്ക് നിങ്ങളെ വിശ്വസിക്കാമെന്ന് തോന്നുന്നു ഇപ്പോഴും. ഞാൻ ഒറ്റ വാക്കിലൊരു ചോദ്യം ചോദിച്ചോട്ടെ? കോപം തോന്നരുത്, ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. നിങ്ങൾ ഈ പറഞ്ഞ വിധത്തിൽ, ഈ പറഞ്ഞ പള്ളിയിൽ വെച്ച്, ഈ പറഞ്ഞ രീതിയിൽ സത്യത്തിൽ ജെയിംസും നിങ്ങളും വിവാഹിതരാണോ? അതെ. ഞാൻ ഈ പറഞ്ഞതിനപ്പുറമുള്ള തെളിവുകളൊന്നും തരാൻ എന്റെ കയ്യിലില്ല. ആരൊക്കെയോ എന്നെ ചതിക്കുന്നു. എനിക്കറിയില്ല ആരാണെന്ന്, എന്താണെന്ന്. ശരി, ഞാൻ ഈ കേസ് നോക്കാം. കുറച്ചു ദിവസം ഞാനിവിടെ താമസിക്കുന്നതിൽ വിരോധമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഹോട്ടലില്? വേണ്ട, ഇവിടെ താമസിക്കാം. എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിങ്ങളുടെ പഴയ കഥകൾ ഒരുപാട് അറിയാനുണ്ട്. ഇന്ന് ഏതായാലും വേണ്ട, നാളെ മുതലാവട്ടെ. നാളെ ഞായറാഴ്ചയല്ലേ, നല്ല ദിവസമാണ്. പള്ളി പോക്കൊക്കെ ഉണ്ടോ? ഞാനും വരാം. അച്ഛൻ പള്ളിമേടിലേക്ക് വരാൻ പറഞ്ഞു. ഹൂസന്നെയോ? വരൂ. വരൂ, ഇങ്ങോട്ടിരിക്കാം. താങ്ക് യു ഫാദർ. ഇതിപ്പോ കേസ് കോടതിയിലായ വിവരമൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ പള്ളിയിലെത്തിയിരിക്കുക. എന്താ സൂസന്നെ ഇതിനൊരു സമാധാനം? ഇല്ലച്ചോ, ഞാൻ സംസാരിക്കട്ടെ. ഈ കേസ് ഞാൻ പ്രൊസീഡ് ചെയ്യണോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇതൊക്കെ അച്ഛൻ തന്നെ പറ. ഇവള് പറയുന്നത് ജെയിംസിന്റെ ഭാര്യയായിരുന്നു, എന്റെ മകന്റെ ഭാര്യയായിരുന്നു എന്നാ. മരിച്ചുവെന്റെ മകനെ പറ്റി ഞാൻ ദോഷം പറയല. ചെറുപ്പം മുതലേ ചില ചില്ലറ കുഴപ്പങ്ങളുണ്ടായിരുന്നു. ഒരുപാട് കുഴപ്പങ്ങളും ചെയ്തിട്ടുണ്ട്, വീട്ടില് നാട്ടില്. പക്ഷേ ബിസിനസ്സിൽ അവനൊരു വിജയമായിരുന്നു. അവസാന കാലത്ത് അവൻ നന്നായി. അപ്പോഴും അവന്റെ വലിയൊരു ഭാര്യ മാർക്ക് നിൽക്കുന്നത് ഇവളാ. നിങ്ങൾ എന്ത് അനാവശ്യമാ പുരിയച്ച ഈ പറയുന്നത്? ഞാൻ തെളിയിച്ചുതരാം. ഇവള് നിങ്ങളുടെ മുമ്പില് ധനാഠ്യനായ ജെയിംസിന്റെ ഭാര്യയല്ലേ? ഇവൾ ആരാണെന്ന് ഞാൻ തെളിയിച്ചുതരാം. ഇവളൊരു അനാഥ മന്ദിരത്തിൽ പിറന്നവളാണ്, ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിൽ. അല്ലാന്നോട് പറയട്ടെ, വർഷങ്ങൾക്ക് മുമ്പ് വേശ്യാവൃത്തി നടത്തിയതിന്, അതായത് സാമൂഹ്യ വിരുദ്ധമായി അഴിഞ്ഞാടിയതിന് ഇവളെ ഇദ്ദേഹമാണ് അറസ്റ്റ് ചെയ്തത്. അതെ, അന്ന് 17 ദിവസം റെസ്ക്യൂ ഹോമിൽ ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് പറയട്ടെ.
ഇനി ഇവിടെ നിഷേധിച്ചാലും നിങ്ങൾ പറയൂ. ഞാനാണ് റെസ്ക്യൂ ഹോമിന്റെ വാർഡൻ. ഈ കുട്ടിയെ 1981 ഫെബ്രുവരി 12 മുതൽ 28 വരെ കോടതി ഉത്തരവ് അനുസരിച്ച് അവർ താമസിപ്പിച്ചിട്ടുണ്ട്. നീ നിഷേധിക്കുന്നോ? ഇത് നീ നിഷേധിക്കുന്നോ? വന്നത് മുതൽ ഒരു മൂകതയായിരുന്നു ഈ കുട്ടിക്ക്. പെട്ടെന്ന് ഒരു ദിവസം അവിടുന്ന് കാണാതായി. പിന്നെ ഞാൻ കാണുന്നത് ഇപ്പോഴാ. ഇവളുടെ ഫോട്ടോയും രേഖകളും അവിടെ ഉണ്ട്. പിന്നെ ഇത് ഡോക്ടർ ശിവചന്ദ്രൻ, സൈക്കാട്രിസ്റ്റ് ആണ്. ഏതോ ഒരുത്തൻ ഇവൾക്ക് വട്ടാണ്, ഓർമ്മക്കുറവാണ് എന്നൊക്കെ പറഞ്ഞ് ചികിത്സിക്കാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുവന്നു. ഇത് നീ നിഷേധിക്കുന്നു? ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കുറെ കാലം ഈ കുട്ടി എന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു. അസുഖം ഭേദമാകുന്നതിന് മുൻപ് ഡ്രഗ്സിന്റെ കോഴ്സൊക്കെ നിർത്തി. പിന്നെ അവിടെ വന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. കൊണ്ടുവന്നത് ഏതോ ഒരാൾ. അയാളുടെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ഒരാളുടെ കൂടെ ഒരു വല്ലാത്ത സാഹചര്യത്തിലാ ഈ കുട്ടി അവിടെ വരുന്നത്. ആ ഒരു ഓഡ് കോമ്പിനേഷൻ കണ്ടപ്പോഴേ ഞാൻ ഈ കുട്ടിയെ ശ്രദ്ധിച്ചു. പിന്നീട് ഇപ്പോഴാ കാണുന്നത്. അപ്പൊ അച്ചോ, ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ മോൻ ഇവളെ കൂടെ താമസിപ്പിച്ചു, കല്യാണം കഴിച്ചു എന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. അതിനൊന്നും രേഖകളില്ല. അത് വക്കീൽ തന്നെ ബോധ്യപ്പെട്ട് കാണുമല്ലോ. പിന്നെ എന്റെ മകന്റെ കൂടെ ഇത്രയും കാലം താമസിച്ചു എന്ന സ്ഥിതിക്ക് മാന്യമായൊരു വിഹിതം ഇവൾക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറുമാണ്. എന്നല്ലാതെ എന്റെ മോന്റെ കോടിക്കണക്കിനുള്ള സ്വത്ത് കൊണ്ടുപോകുന്ന നോക്കി വെക്കാൻ എനിക്ക് പറ്റില്ല. ഇതിന് അച്ഛന് തീരുമാനം ഉണ്ടാക്കണം. ഇത് കോടതിയിലെത്തേണ്ട കേസല്ല. ഇത് കോടതിയിൽ പോയി തലതാരയുടെ കീറി മരിച്ചുപോയന്റെ മകനെ കുറിച്ച് ചീത്തയും പറയും ഇവളുടെ വക്കീലും എന്റെ വക്കീലും കൂടി വിളിച്ചു പറയുന്ന കേൾക്കാനുള്ള മനസ്ഥിതി എനിക്കില്ല. ഞാനൊരു വയസ്സനാ. അച്ഛനൊരു തീരുമാനം പറ. അത് ഞാനിപ്പോ ഇത്രയും കേട്ട സ്ഥിതിക്ക് നിങ്ങൾ പറയുന്നതിലും കാര്യമുണ്ട്. സൂസന്നെ, ഈ പറയുന്നതില് നീ എന്തെങ്കിലും നിഷേധിക്കുന്നുണ്ടോ? സൂസന്നെ, സൂസന്നെ, സൂസന്നെ. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. ആന്റണി, ഒരു മിനിറ്റ് കേട്ടോ വെച്ചോ. ഈ സ്വത്തും വിധം കിട്ടിയാല് ഞങ്ങളൊന്നും വിറ്റുപെറുക്കി ഇവിടെ നിന്ന് പോകുന്നില്ല. ഈ പള്ളിക്ക് ഇവിടെ വെച്ചാണല്ലോ ഇതിന് തീരുമാനം ഉണ്ടാവുന്നത്. മാന്യമായ ഒരു വീതം തന്ന് ഒരു 50 വർഷത്തേക്കെങ്കിലും ജെയിംസിന്റെ മരണനാളില് ഒരു ഗ്രിഗോറിയൻ കുർബാന ചൊല്ലാനുള്ള പണവും ഇവിടെ ഏൽപ്പിക്കും. ആ കേട്ടോ ആന്റണി, ഇതിപ്പോ നാട്ടുകാരുടെ മുമ്പ് വെച്ച് തീർക്കേണ്ട കേസല്ല. പക്ഷേ സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോയി. നിങ്ങൾ അയലോക്കംകാരല്ലേ, തനിക്കിതൊന്നും പറയാനില്ലേ? അതിപ്പോ ആ പെങ്കൊച്ചിനെ വിളിച്ചൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ആ കേട്ടോ വക്കീലേ, കേസിന്റെ ഒരു നിജസ്ഥിതി നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സാക്ഷികളെയും കണ്ടല്ലോ. താനിങ് വന്നേ. നീതി ന്യായവും ഞങ്ങളുടെ കൂടെയാ. ഈ കേസ് കോടതിയിലെത്തിയാലും താൻ ജയിക്കില്ല. പക്ഷേ കോടതിയിലെത്തിച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഒന്നുകളെയും. ഒരു ഡോക്ടറോട് കള്ളം പറയരുതെന്ന് പറയും. അതുപോലെ തന്നെയാ ഇങ്ങനൊരു കേസില് വക്കീലിനോടും കള്ളം പറയരുതായിരുന്നു. നിങ്ങൾ കള്ളം പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. ഈ കല്യാണം നടന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. ആര് പറഞ്ഞാലും. പക്ഷേ അതിന് ചില വൃത്തികെട്ട ഫ്ലാഷ് ബാക്കുകളൊക്കെ ഉണ്ടല്ലോ. ഇല്ല, നിങ്ങളുടെ അമ്മായിയപ്പം പറഞ്ഞതാണ് ഇതെല്ലാം. അതൊന്നും നിങ്ങൾ നിഷേധിച്ചില്ലല്ലോ. നിങ്ങൾ ഒരുപാട് ഒളിക്കുന്നു. ഈ കേസും കൊണ്ട് കോടതിയിലെത്തിയാൽ ഒരുപക്ഷെ ഒരു വക്കീലെന്ന നിലയ്ക്ക് ഞാൻ നാണം കെടേണ്ടി വരും. നാണക്കേട് എനിക്ക് പുത്രിയായിട്ടൊന്നുമല്ല.
ഒരു പ്രസ്റ്റീജ് കേസായിട്ട് എന്റെ കരിയറിൽ ഒരു വഴിത്തിരിവായിട്ട് ഞാൻ ഈ കേസ് ഏറ്റെടുത്തു. പഠിച്ചു തുടങ്ങി, ഒരു ത്രില്ലായിട്ട് വർക്ക് ചെയ്തു തുടങ്ങി. പക്ഷേ സ്വന്തം കക്ഷിയിൽ നിന്നൊരു തിക്ത അനുഭവം. അതുകൊണ്ട് ഞാൻ പോട്ടെ. ഭയം കൊണ്ടല്ല. ഈ കേസ് പ്രൊസീഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നെനിക്ക് മനസ്സിലായി. കേസ് നടത്തി ഏതായാലും നാട്ടുകാരുടെ ഇടവാക്കാരുടെ മുന്നിൽ എനിക്ക് നല്ലവളാവണ്ട. ഞാൻ മറക്കാൻ ശ്രമിച്ച് അവർക്കാർക്കും അറിയാൻ വയ്യാത്ത പല കഥകളുമുണ്ട്. അന്ന് അവർ പറഞ്ഞതെല്ലാം സത്യമാണ്. എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. റെസ്ക്യൂ ഹോമിൽ ഞാൻ ഉണ്ടായിരുന്നു. സൈക്യാട്രിസ്റ്റിനടുത്തും പോയിട്ടുണ്ട്. എല്ലാം സത്യമാണെങ്കിലും അതിൽ പാതിയെ സത്യമുള്ളൂ. ഇനി ഈ സ്വത്തും പണവും കിട്ടി ഈ ആളുകളുടെ മുഖത്ത് നോക്കി എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. എന്റെ കുഞ്ഞ് വളർന്നു വരികയാണ്. ഞാൻ തെണ്ടിയിട്ടാണെങ്കിലും അവൻ വളർത്തിക്കൊള്ളാം. പക്ഷേ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മരണത്തിന്റെ മുന്നിൽ പോലും ചെന്നുപെട്ട് എവിടെയോ ഒരു സഹോദരനാണെന്ന് പോലും എനിക്ക് ചിലപ്പോ തോന്നിപ്പോയ ഒരാളാണ് നിങ്ങൾ. നിങ്ങൾ എന്നെ കുറിച്ച് ഇത്രയും മോശമായ ഒരു അഭിപ്രായം സൂക്ഷിച്ചു പോകുന്നത് എനിക്ക് സങ്കടമാണ്. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇന്ന് ഇവിടെ തങ്ങണം. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ. ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം. ബുദ്ധിമുട്ടില്ല. സത്യമാണ് പറയുന്നതെങ്കിൽ കേൾക്കാൻ ആഗ്രഹമുണ്ട്. സത്യമേ പറയൂ. ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിലാണ് ഞാൻ വളർന്നത്. ജനിച്ചത് എവിടെയാണെന്ന് എനിക്കറിയില്ല. ആർക്കും അറിയില്ല. ഒരുപക്ഷെ എനിക്ക് ജന്മം തന്ന് എനിക്കറിയാൻ വയ്യാത്ത, ഞാൻ കണ്ടിട്ടില്ലാത്ത എന്റെ അമ്മയ്ക്കറിയാമായിരിക്കും. ഞാൻ പഠിച്ചതും വളർന്നതുമെല്ലാം ഓർഫനേജിലാണ്. ഡിഗ്രി പാസ്സായി അക്കൗണ്ടൻസിയുടെ ഒരു ഡിപ്ലോമയും കിട്ടി. തുടർന്ന് പഠിപ്പിക്കാൻ നിവൃത്തിയില്ലെന്ന് മദർ പറഞ്ഞു. എന്നെ ജോലിക്കുള്ള അപേക്ഷകൾ അയക്കലായി. ഒരു ദിവസം ഇതാ മോളെ, നിനക്ക് ഇന്റർവ്യൂവിന് ഒരു കാർഡ് വന്നിട്ടുണ്ട്. JJ എക്സ്പോർട്സിൽ നിന്ന്, ജെയിംസിന്റെ കമ്പനിയിൽ നിന്ന് ഇന്റർവ്യൂവിന് ഒരു കാർഡ് വന്നു. സെറ്റിയിലുള്ള ഹോട്ടൽ മയൂരിയിൽ വെച്ചായിരുന്നു ഇന്റർവ്യൂ. സൂസൻ ലതിക, ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ടേക്ക് യു സീറ്റ്. താങ്ക് യു സർ. സൂസൻ അല്ലേ? ഇരിക്കൂ. അനിത, എന്തായി? എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സെലക്ഷൻ ആയോ? അറിയില്ല. ഏതാണ്ട് സെലക്ട് ചെയ്ത പോലെയായി. സമയം സന്ധ്യ കഴിഞ്ഞു. എനിക്ക് ആകെ പേടിയായി. കരച്ചിൽ വന്നു. എന്ത് ചെയ്യും? അപ്പൊ പിയൂൺ വന്ന് പറഞ്ഞു, പേടിക്കണ്ട, ഓർഫനേജിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇന്നിവിടെ മറ്റേതോ മഠത്തിൽ താമസിക്കാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തോ അയാളുടെ മട്ടും ഭാവവും കണ്ടപ്പോ ഞാൻ അതൊക്കെ അങ്ങ് വിശ്വസിച്ചു. അവസാനമായപ്പോ ഞാൻ മാത്രമായി. MD വിളിക്കുന്നു. പുറത്തിറങ്ങിയോ? ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്തോ ശീലമില്ലായിരുന്നു എനിക്കന്ന്. ലോകത്ത് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനെ ഒരു അനുഭവം കൺമുമ്പിൽ വന്നപ്പോ എനിക്കറിയില്ല. എനിക്കൊരു ഭ്രാന്ത് പോലും എന്തോ വരികയായിരുന്നു. പോലീസിലായിട്ട് പുറത്തു പോകാൻ വേറെ വഴിയുണ്ടാ? ഒരു വഴിയില്ല രക്ഷപ്പെടാൻ. ഇപ്പോ ആരുടെ SI അല്ല, കമ്മീഷണറാ, പുതിയ ആളാ.
ആ മുറിയില് എന്റെ തവണ ഇതിന്റെ വേഷം കെട്ട ഞാൻ നിന്നോടല്ലേ പറഞ്ഞത് അങ്ങോട്ട് മാറി നിൽക്കാൻ. അക്കാലത്താണ് ഒരു വലിയ ഭ്രാന്തെന്ന് പറയാൻ ഒക്കില്ലെങ്കിലും അന്നത്തെ ഷോക്കിന് ശേഷം ഒന്നും ഞാൻ എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, എല്ലാ അവ്യക്തമായ ഓർമ്മകളല്ലാതെ ഒന്നും എനിക്കൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ലായിരുന്നു. സൂസന്നെ, നിന്റെ കാലാവധി കഴിഞ്ഞു, നിനക്ക് പോകാം. അളിയാ, കേസ് കെട്ടാണെന്ന് തോന്നുന്നു. ഒന്ന് മുട്ടി നോക്കാം. അവിടെ ഹലോ പെങ്ങളെ, ഞാൻ കേറിക്കും. ഒരു ലിഫ്റ്റ് തരാം. അല്ല, രാത്രി ഒറ്റയ്ക്ക് എങ്ങോട്ടോ സമയം പ്രശ്നമാണ്. വേഗം വിട്ടോളിയാ, വേഗം വേഗം. എന്റെ ജീവിതത്തിന്റെ തുടക്കം അതായിരുന്നു. എന്തോ ജെയിംസിന് എന്നോട് സഹതാപം തോന്നി, എന്നെ ചികിത്സിപ്പിച്ചു. സത്യത്തിൽ അന്ന് ആ ജീപ്പ് നിർത്തുമ്പോൾ ആ ഹോട്ടലിൽ വെച്ച് കണ്ട ആളാണിതെന്ന് എനിക്കന്ന് മനസ്സിലായില്ല. പിന്നീട് ജെയിംസ് എന്നോട് പറയുകയാണ് ചെയ്തത്. എനിക്ക് അദ്ദേഹത്തോട് വെറുപ്പൊന്നും തോന്നിയില്ല. ഹുസന്ന, ഇതാരാണെന്ന് മനസ്സിലായോ? കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന ആളാണ് മിസ്റ്റർ ജെയിംസ്. ഐ എം സോറി. ഞാൻ ഒരുപാട് പെൺപിള്ളേരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനൊരു പെണ്ണിനോട് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നിയത് നിങ്ങളുടെ കാര്യത്തിലാണ്. യെസ് ഓർ നോ, ഒരൊറ്റ വാക്കിൽ ഉത്തരം പറയണം. സൂസന്നയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാം. ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം സത്യമാണ്. നിങ്ങളുടെ വക്കീൽ ബുദ്ധിയും ലോജിക്കും വെച്ച് വിശ്വസിക്കേണ്ടത് വിശ്വസിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. എങ്കിലും നിങ്ങളോട് ഇത് പറയണമെന്ന് തോന്നി പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു. കല്യാണത്തിന്റെ കാസറ്റില്ലേ? അതെ. അയ്യോ, ഞാനിത് നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നോ ഒരിക്കൽ അബദ്ധത്തിൽ ജെയിംസ് ഇവന് വേണ്ടി ടോം ആൻഡ് ജെറി റെക്കോർഡ് ചെയ്തു. ഇതാരാ? മാനേജരാ, ഉണ്ണികൃഷ്ണൻ. ഇവരാരാ? അദ്ദേഹത്തിന്റെ വിശ്വസ്തരായിരുന്നു.
വക്കീലല്ലേ? അതെ. ഒരു കേസുണ്ടായിരുന്നു. ക്രിമിനലാ, ഒരു കൊലക്കേസാ. ഒഴിവുണ്ടോ ആർക്കും സംസാരിക്കാൻ? എന്നാ വരും. ജെയിംസിന്റെ മരണത്തിന് ശേഷം ഒരാരെങ്കിലും ഇവിടെ വന്നിരുന്നു? ഇല്ല. ഈ ഉണ്ണികൃഷ്ണൻ? ഉണ്ണികൃഷ്ണൻ ശവമടക്കിന് വന്നിരുന്നു. പിന്നീട് നിങ്ങൾ ഓഫീസിൽ പോയി കണ്ടു. ഉണ്ണികൃഷ്ണൻ ആളെങ്ങനെ? നല്ല ആളാ. ബിസിനസ് നല്ല നിലയിലായിരുന്നു. ആ നിലയ്ക്ക് ഒരു നിരാശയോ കാര്യങ്ങളോ ജെയിംസ് സാറിന് ഉണ്ടാകാൻ വഴിയില്ല. ജെയിംസിന്റെ ഫാദറും ബ്രദറും, ഐ മീൻ ജോസഫ് കുര്യനും ഡേവിഡും ഇവിടെ വരാറുണ്ടായിരുന്നോ? അവരെങ്ങനെ വരാറുള്ളതായിട്ട് അറിവില്ല. ഇല്ല, അവരെങ്ങനെ വരാറില്ല. മരിക്കുന്ന അന്ന് തുടങ്ങി പുറകോട്ട് ഒരു 6 മാസം എടുത്താൽ എന്നെങ്കിലും വരികയോ അവർ തമ്മിൽ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, എന്റെ അറിവിലില്ല. നിങ്ങളെന്തിനാ പരിങ്ങുന്നേ? ഞാനെന്തിനു പരിഗണം? നിങ്ങൾ പോലീസ് ഒന്നുമല്ലല്ലോ, യു ആർ ജസ്റ്റ് അഡ്വക്കേറ്റ്. നിങ്ങൾ അപമര്യാദയായി എന്നോട് പെരുമാറരുത്. ഇന്നത്തെ നിങ്ങളുടെ മുതലാളിയുടെ അഡ്വക്കേറ്റ് ആണ് ഞാൻ. അവർക്കും ഈ സ്ഥാപനത്തിനും വേണ്ടിയാണ് ഞാൻ ഈ കേസ് വാദിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ്? ഐ എം സോറി. എനിക്ക് ജെയിംസിന്റെ ആ പേഴ്സണൽ ഫയൽ ഒന്ന് വേണം. ജസ്റ്റ് എ മിനിറ്റ്. സാർ, ഇതവരുടെ കുടുംബകാര്യമാണ്. എന്റെ അറിവിൽ അച്ഛനും സഹോദരനോട് വന്നിട്ടില്ല. അവർ തമ്മിൽ പിണക്കമായിരുന്നു, പക്ഷെ ഇവിടെ വന്നിട്ടില്ല. ഓക്കെ. ഹലോ, താൻ ആർക്കാ ഇപ്പൊ ഫോൺ ചെയ്തത്? പറയണോ, താൻ ആർക്കാ ഫോൺ ചെയ്തത്? അത് പറയണോ. അത് പറയാം 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 ഞാൻ പറയാം. കിടക്കാറായില്ലേ? എന്തൊക്കെയോ ദുരൂഹതകൾ ജെയിംസിന്റെ ജീവിതത്തിലുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് എനിക്കങ്ങനെ തോന്നിയെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല. എന്റെ മനസ്സ് അങ്ങനെ പറയുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാൻ വയ്യാത്ത വല്ല കഥകളും ജെയിംസിനുണ്ടായിട്ടുണ്ടോ? എന്റെ അറിവിലില്ല. പക്ഷെ ഇതൊക്കെ ജെയിംസിന്റെ ഡയറികളാണ്. വെറുതെ ഞാനിന്ന് എടുത്തു നോക്കി. ഇതിൽ എന്നോട് പറയാതെ സെപ്റ്റംബർ 2-ാം തീയതി എല്ലാ ഡയറിയിലും ഉണ്ട് സെപ്റ്റംബർ 2. എല്ലാ വർഷവും ഇതേ ദിവസം തന്നെ പള്ളി പോയി പ്രാർത്ഥിച്ചു, പൂ വെച്ചു എന്നൊക്കെ. ജെയിംസ് ഒരു വലിയ ഭക്തനായിട്ടോ എന്നെ വിളിച്ചൊരു പള്ളി പോകുന്ന ആളായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. ചിലപ്പോഴൊക്കെ ഞാൻ പള്ളി പോകുന്ന കാര്യം പറയുമ്പോ നിരീശ്വരത്വം പറയുന്ന ആളാണ്. ഇനിയൊരു പക്ഷെ ഉള്ളിൽ ഭക്തി ഉണ്ടായിട്ട് എന്നോട് പറയാൻ മടിച്ചിട്ടാണോന്ന് അറിയില്ല. കുഴിമാടത്തിൽ പൂവച്ചു, കുഴിമാടത്തിൽ പ്രാർത്ഥിച്ചു. കുഴിമാടത്തിൽ പൂവയ്ക്കാനും പ്രാർത്ഥിക്കാനും ജെയിംസിന്റെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ സെപ്റ്റംബർ 2-ാം തീയതി? എന്റെ അറിവിലില്ല. ജെയിംസിന്റെ അമ്മച്ചി മരിച്ചു. പക്ഷെ അത് സെപ്റ്റംബർ 2 അല്ല, മാർച്ച് 17 സെപ്റ്റംബർ 2-ാം തീയതി മരിച്ച ആരെങ്കിലും ഉണ്ടോ ഓർമ്മയിൽ? ഇല്ല. ഏതായി സെയിന്റ് വിൻസെന്റ് ചർച്ച്? ഇവിടെ അടുത്തുള്ള പള്ളിയാണോ? അല്ല, ഇവിടെയുള്ള സെയിന്റ് ജോർജ് ആണ്. വികാരിയച്ഛനില്ലേ? ഉണ്ട്, പള്ളിമേടയിലുണ്ട്. എടാ ഇണ്ടാസേ, എടാ വെട്ടിക്കലേ, എടാ പോരെ. എന്താ? ജോർജ്, ആ. ജോർജ്, നീ എന്താ ഇവിടെ? എന്റെ ഒരു ക്ലാസ്മേറ്റാ. ഞങ്ങൾ ഒന്നിച്ച് സെമിനാറിൽ ഉണ്ടായിരുന്നതാ. നിങ്ങൾ 5 മിനിറ്റ് അവിടെ നിൽക്കൂ, ഞങ്ങൾ സംസാരിക്കട്ടെ. ഇപ്പൊ വരൂ.
അദ്ദേഹത്തിന്റെ കല്ലറ. ജോൺ വർഗീസ് മരിക്കുമ്പോ ഞാൻ ഇടവകയിലില്ല. അമ്മയൊക്കെ അന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലമോ മറ്റോ. പക്ഷെ കഴിഞ്ഞ തവണ ജെയിംസ് ഇവിടെ വരുമ്പോ ഞാനിവിടെ ഉണ്ടായിരുന്നു. ഞാനൊരു ക്യൂരിയോസിറ്റിക്ക് എല്ലാം ചോദിച്ചു. ജെയിംസ് കഥകളൊക്കെ എന്നോട് പറഞ്ഞു. പാവം, ആ ചെറുപ്പക്കാരനുണ്ടായ ദുരന്തം ഞാൻ അറിഞ്ഞു. ഇപ്പോ ജെയിംസിന്റെ ഈ ഭാര്യയ്ക്കും കുട്ടിക്കും വേണ്ടിയല്ലേ നീ വാദിക്കുന്നത്? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇവരെ എങ്ങനെയെങ്കിലും നീ രക്ഷിക്കണം. വരൂ. ഒന്ന് നിൽക്കണേ. തോമാച്ചേട്ടനല്ലേ? അതെ, മനസ്സിലായില്ലല്ലോ. എന്റെ ഇനി ഒന്നും ചെയ്യരുത്. ഞാൻ പറയാം, ആ പേര് ഞാൻ മാറ്റിയതാണ്. എവിടെ വന്നു? ഒരു തെറ്റ് പറ്റിപ്പോയി. പിള്ളേരുള്ളതാ, കഞ്ഞുകൂടി മുട്ടിക്കരുത്. ഇല്ല, തന്റെ കഞ്ഞുകൂടിയൊന്നും ഞാൻ മുട്ടിക്കല്ല. തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒരു ദോഷവും ഞാൻ വരുത്തുകയില്ല. താൻ ചെയ്ത ദ്രോഹത്തിന്റെ ആഴം തനിക്ക് മനസ്സിലായുള്ളൂ. എന്നോട് പൊറുക്കണം. ഇത് കോടതിയിലെത്തിയാൽ ഈ കേസ് കോടതിയിൽ എത്തുകയില്ല. ഇനി എത്തിയാൽ തന്നെ സത്യമേ പറയാവൂ. ഞാനിത് തിരിച്ചു തരാം. താനിത് വീണ്ടും പള്ളി രജിസ്റ്ററിൽ ചേർക്കണം. അതിനു മുമ്പ് ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും താനിത് കീറിയെന്ന് എഴുതിയ ഒരു കടലാസം തന്നെ കൊണ്ട് ഞാൻ ഒപ്പിടിച്ച് വാങ്ങിക്കും. താനത് ഒപ്പിട്ട് തരണം. ഒപ്പിട്ട് തന്നാൽ തനിക്ക് ഒരു ദോഷവും വരികയില്ല. ഇനി ഇത് കോടതിയിലെത്തിയാൽ താൻ ഇതൊക്കെ കോടതി പറയണം. ഇല്ലെങ്കിലേ കഞ്ഞുകൂടി മുട്ടിക്കലല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്ത് ചെയ്യുന്നറിയോ? വന്നേ, ഇപ്പൊ ഇടിയേ തന്നുള്ളൂ. തന്നെ ഞാൻ കൊല്ലും. മനസ്സിലായോ? ഹലോ, കമ്മീഷണർ ഹിയർ. ഐ എം അഡ്വക്കേറ്റ് ജോർജ് കോര. ജോർജ് കോര സാർ, ഞാൻ സൂസന്നയുടെ അഡ്വക്കേറ്റ് ആണ്. അന്ന് പള്ളിയിൽ വെച്ച്. ഓ ഹലോ സാർ, ഐ വോണ്ട് ടു ഹെൽപ്പ്. ഐ വോണ്ട് ടു ടോക്ക് ടു യു. വാട്ട് ഹാപ്പൻ? ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓഫീസിലും വീട്ടിലും വെച്ച് വേണ്ട സാർ, വേറെ എവിടെയെങ്കിലും. എന്നാ ഒരു കാര്യം ചെയ്യൂ, ആ പള്ളിയുടെ അടുത്തേക്ക് വരും. ആഫ്റ്റർ 7. ഏയ് സാർ, ഐ വിൽ കം ദർ. ഓക്കെ. എനിക്കിതിൽ ഉത്തമ ബോധ്യമുണ്ട്. സൂസന്റെ നിരപരാധിയാണ്. അവളുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഞാൻ കുറ്റപ്പെടുത്തില്ല. ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും സാറിന് പങ്കുണ്ട്. ഞാൻ നിഷേധിക്കുന്നില്ല. ബട്ട് മിസ്റ്റർ ജോർജ്, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് മൈ പൊസിഷൻ. അന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പോലീസ് ഓഫീസർ എന്ത് ചെയ്യാമോ അതേ ഞാനും ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഈ കുട്ടിയുടെ കാര്യത്തിൽ എന്നെ കൊണ്ടാവുന്ന എന്ത് സഹായവും ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സത്യം തെളിയിക്കാൻ സാറിന് സഹായിക്കണം. ഓഫ് കോഴ്സ്. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ക്ഷമിക്കണം, ഞാൻ വഴക്കുണ്ടാക്കാനൊന്നും വന്നതല്ല.
എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അറിഞ്ഞതൊന്നും പോലെ ഇതുവരെ അറിഞ്ഞില്ലേ, ഇനി അറിയണോടാ. ഞാൻ നിങ്ങളെ അറിഞ്ഞു, പക്ഷേ നിങ്ങൾ എന്നെ അറിഞ്ഞിട്ടില്ലല്ലോ. അറിയിക്കാം. അതിനെ ഇടവരുത്താതിരിക്കുന്നതാണ് നല്ലത്. ആരാ ജെയിംസിനെ കൊന്നത്? ഞാനും കൂടെ ഒന്ന് റെഡിയാവട്ടെ. ആരാ ജെയിംസിനെ കൊന്നത്? സാറിന് ഇത്ര ഉശിരുണ്ടെന്ന് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയത്. സാറ് തന്നെയാണോ നിങ്ങൾ ഈ പരുവത്തിലാക്കിയത്? പാല് പഠിക്കാതെ കെട്ടോ. താനെങ്ങും പോരുത്, ഇവിടെ തന്നെ ഉണ്ടാവണം. ഞാനൊന്ന് പുറത്തു വിട്ടുവരാം. അല്ല സാറേ, ഇവന്മാരെ അനങ്ങലിടോ. ആഹാരം വല്ലതും കൊടുക്കണോ? കൈങ്കൽ അഴിച്ചു വിട്ടിട്ടോ. ദൈവമേ, യെസ്, പ്രൊസീഡ്. യുവർ ഓണർ, ഈ വിവാഹം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമാണ്. കാരണം വിവാഹം നടന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെയുണ്ട്. വിവാഹത്തിന്റെ വീഡിയോ കാസറ്റും പള്ളിയിലെ വിവാഹ സർട്ടിഫിക്കറ്റും. ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ കേസിലെ പ്രതികൾക്കെതിരെ 2ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് പ്രകാരം ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് നിലവിലുണ്ട്. ഈ കേസ്, അതായത് ഈ സിവിൽ കേസ്, ഒരു ക്രിമിനൽ കേസായി പ്രൊസീഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. what do you mean? യെസ് യുവർ ഓണർ. ജെയിംസിന്റെ, അതായത് സൂസന്നയുടെ മരിച്ചുപോയ ഭർത്താവിന്റെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ ഈ സാധു വിധവയ്ക്ക് വാങ്ങിക്കൊടുക്കണം എന്ന് ഞാൻ കോടതിയോട് അഭ്യർത്ഥിക്കില്ല. വൈ? ബിക്കോസ് ഏതൊരു സ്ത്രീക്കും സ്വത്തുക്കളേക്കാൾ വിലമതിപ്പുള്ളതാണ് അവളുടെ ഭർത്താവിന്റെ ജീവൻ. ആ ജീവൻ സ്വത്തുക്കൾക്ക് വേണ്ടിയാണ് അപഹരിക്കപ്പെട്ടതെങ്കിലോ? ഐ ഒബ്ജക്ട് യുവർ ഓണർ. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാനുള്ള സന്മനസ് ബഹുമാനപ്പെട്ട കോടതി കാണിക്കണം. യെസ്, യു ക്യാൻ പ്രൊസീഡ്. ഞാൻ ഇവിടെ ഉറപ്പിച്ചു പറയുന്നു, വിത്ത് ആംപിൾ ആൻഡ് ഇൻഡിസ്പ്യൂട്ടബിൾ വിറ്റ്നസസ് ആൻഡ് എവിഡൻസസ്, ജെയിംസിന്റേത് ഒരു അപകട മരണമായിരുന്നില്ല, അതൊരു കൊലപാതകമായിരുന്നു. ഇറ്റ് വാസ് എ ആക്ച്വലി എക്സിക്യൂട്ടഡ് മർഡർ. ഹലോ മിസ്റ്റർ മേനൻ, എന്താ പതിവില്ലാതെ? സോറി മിസ്റ്റർ കുര്യൻ ജോസഫ്, നിങ്ങളെ മോനെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നത്. എന്തിന്? അതെല്ലാം സ്റ്റേഷനിൽ വന്നിട്ട് പറയാം. കമോൺ. പീറ്ററേ, എടാ, ആ അഡ്വക്കേറ്റ് രാജശേഖരനെ വിളിച്ച് 2 ആളെയും കൂട്ടി സ്റ്റേഷൻ വരാൻ പറ, ജാമ്യത്തിൽ ഇറക്കാൻ. വാടാ മോനെ. യെസ്, പ്രൊസീഡ്. നിങ്ങളുടെ യഥാർത്ഥ പേരെന്താണ്? അതായത് പള്ളിയിലെ പേര്? പുത്തൻപുരയ്ക്കൽ കുര്യൻ ജോസഫ്. മരിച്ചുപോയ ജെയിംസ് നിങ്ങളുടെ ആരാണ്? മകൻ. അതായത് നിങ്ങൾക്ക് അച്ചാമ്മയിൽ ഉണ്ടാകുന്ന ആദ്യത്തെ പുത്രനാണ് ജെയിംസ്, അല്ലേ? അതെ. ദാറ്റ് മേ ബി നോട്ടഡ് യുവർ ഓണർ. മിസ്റ്റർ കുര്യൻ ജോസഫിന് അച്ചാമ്മയിൽ ഉണ്ടാകുന്ന ആദ്യത്തെ പുത്രനാണ് ജെയിംസ്. താങ്ക് യു മിസ്റ്റർ കുര്യൻ ജോസഫ്.
ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ജെയിംസിനെ പരിചയമുണ്ടോ? ഉണ്ട്. സെയിന്റ് വിൻസെന്റ് ചർച്ചിൽ വന്നത് മുതൽ എനിക്ക് ജെയിംസിനെ അറിയാം. ജെയിംസ് പള്ളിയിലെ നിത്യസന്ദർശകനായിരുന്നോ? അല്ല, പക്ഷെ എല്ലാ വർഷവും മുടങ്ങാതെ സെപ്റ്റംബർ 2-ാം തീയതി ജെയിംസ് പള്ളിയിൽ വരുമായിരുന്നു. എല്ലാ വർഷവും മുടങ്ങാതെ സെപ്റ്റംബർ 2-ാം തീയതി ജെയിംസ് പള്ളിയിൽ വരുവാനുള്ള കാരണം എന്താണെന്ന് അച്ഛൻ അറിയാമോ? അന്നാണ് ജെയിംസിന്റെ പിതാവായ ജോൺ വർഗീസിന്റെ ചരമദിനം. ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. ജോൺ വർഗീസ് ആണ് ജെയിംസിന്റെ പിതാവ് എന്നുള്ളതിന് ഒരു തെളിവുകളുമില്ല. ഉണ്ട്. ഒന്ന്, ജെയിംസിന്റെ ഈ ഡയറികൾ സെപ്റ്റംബർ 2-ാം തീയതി എവിടെ പോയെന്നും എന്തിനു പോയെന്നും ഇതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. 2, ജെയിംസിന്റെ മാമോദിസ സർട്ടിഫിക്കറ്റ്. പിതാവ് ആരാണെന്നും അദ്ദേഹത്തിന്റെ കയ്യൊപ്പും ഇതിലുണ്ട്. യെസ്, യു ക്യാൻ പ്രൊസീഡ്. താങ്ക് യു, യുവർ ഓണർ. കുര്യൻ ജോസഫുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി ജെയിംസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ജോൺ വർഗീസിന്റെ മരണശേഷം 1 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ അച്ചാമ്മ, അതായത് ജെയിംസിന്റെ അമ്മ, കുര്യൻ ജോസഫിനെ വിവാഹം കഴിച്ചു. അന്ന് അയാൾ തോട്ടത്തിന്റെ മാനേജറായിരുന്നു. അതിൽ അവർക്കുണ്ടായ കുട്ടിയാണ് ഡേവിഡ്. എന്നാണ് ജെയിംസിനെ അവസാനമായിട്ട് കണ്ടത്? കഴിഞ്ഞ സെപ്റ്റംബർ 2-ാം തീയതി. ഒത്തിരി പൂക്കളുണ്ടല്ലോ ഈ വർഷം. ഒത്തിരി പ്രത്യേകതകളുമുണ്ട്. അതെന്താ? പറയാം. അച്ഛനറിയോ, എന്റെ അമ്മച്ചി മരിച്ച് 7 മുമ്പ് വീട് വിട്ടിറങ്ങിയവനാ ഞാൻ. ഇറങ്ങി പോന്നതല്ല, ഇറക്കി വിട്ടതാ. 15 വയസ്സ് പ്രായം, പയ്യെ കാശില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഞാൻ കരഞ്ഞിട്ടുണ്ടോ? എല്ലാത്തിനും കാരണം അവനാ, ആ കുര്യൻ ജോസഫ്. അപ്പന്റെ സ്വത്തുക്കൾ മുഴുവനും തട്ടിയെടുത്തു. എന്നിട്ടോ അവൻ രക്ഷപ്പെട്ടില്ല. ഇന്നലെ അവനും അവന്റെ പുന്നാര മോനും കൂടെ എന്റെ ഓഫീസിൽ വന്നിരുന്നു. എന്റെ കാല് പിടിച്ച് കരഞ്ഞു, സഹായിക്കണമെന്ന്. അല്ലെങ്കിൽ എസ്റ്റേറ്റിൽ സ്വത്തുക്കളൊക്കെ മാർവാടി കൊണ്ടുപോകുന്നു. അല്ല, അച്ഛൻ തന്നെ പറ, ഞാൻ എന്ത് ചെയ്യണം? അത് ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അച്ഛോ, ഈ ജെയിംസ് ഉണ്ടല്ലോ, ഞാൻ നയാ പൈസ കൊടുക്കില്ല. ഐ ആം നോട്ട് എ ഫൂൾ, ഐ ആം നോട്ട് എ സെയിന്റ്. അച്ഛൻ പറ, എന്റെ അപ്പനെ കൊന്നവനെ ഞാൻ സഹായിക്കണോ? എന്നെ തെണ്ടിയെപ്പോലെ തെരുവിലേക്ക് ഇറക്കി വിട്ടവനെ ഞാൻ സഹായിക്കണോ? നെവർ. അപ്പനെയും മോനെയും തരാൻ സഹായിക്കാന്നൊക്കെ പറഞ്ഞ 1 മാസം ഇട്ട് ഞാൻ കറക്കും. എന്നിട്ട് അങ്ങ് വിട്ടുകളെ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തൊന്നും വേണ്ട അച്ഛോ. താങ്ക് യു ഫാദർ. വെൽക്കം. ജെയിംസിനെ ഉണ്ണികൃഷ്ണൻ അവസാനമായി കണ്ടത് എപ്പോഴാണ്? അത് ഇത് കോടതിയാണ്. ആരെയും നിങ്ങളോട് ഭയപ്പെടേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് പറയൂ, ജെയിംസിനെ അവസാനമായിട്ട് കണ്ടത് എപ്പോഴാണ്? മരണത്തിന് ഒരു 2-2.5 മണിക്കൂർ മുമ്പ്. എവിടെ വെച്ച്? ഹോട്ടൽ അശോകയിലെ ബാറിൽ വെച്ച്. മോനെ ജെയിംസേ, നിനക്ക് 25 ലക്ഷം രൂപ വേണം. അതും ഞാൻ വേലെടുത്തുണ്ടാക്കിയ കാശ്. എന്റെ അപ്പൻ സമ്പാദിച്ച സ്വത്ത് മുഴുവൻ വിഴുങ്ങി തിന്നിട്ട് ഇന്നിപ്പോ ഞാൻ ഉണ്ടാക്കിയ കാശ് നിനക്ക് വേണം. ये क्या बोल रहे हैं? कुछ नहीं. നിന്റെ സ്വത്തുക്കൾക്ക് എന്ത് പറ്റുന്നാ പറഞ്ഞത്? ലേലത്തിൽ പോവുമെന്നാ. പോട്ടടാ. എടാ മോനെ, നീ എന്നോട് തന്നെയാണ് പറഞ്ഞത്. നിന്നോട് തന്നെയാ. ചേട്ടാ പ്ലീസ്. പ്രായപൂർത്തിയായപ്പോ എനിക്ക് വേണമെങ്കിൽ ദാ ഈ കൈ കൊണ്ട് വിചാരിച്ചാൽ നിന്നെ കൊല്ലാമായിരുന്നു. എന്തുകൊണ്ടാ കൊല്ലാതിരുന്നു നിനക്കറിയാമോ? അപ്പന്റെ മരണത്തിന് പങ്കാളിയാണെങ്കിലും അമ്മ എന്റെ അമ്മയാണ്. അവരെന്തെങ്കിലും ഒരിക്കലൊക്കെ നിന്നെ ഇഷ്ടപ്പെട്ട് കാണും. അതുകൊണ്ട് നിന്നെ കൊന്നില്ല. പൈസ മിലേഗ ഭായ്. ഒന്നും വിചാരിക്കരുത്, അവൻ വല്ലാ കുടിച്ചോണ്ട് പറയുക. തന്റെ കാശൊന്നും കിട്ടാൻ പോണില്ല. ഇവനെയൊക്കെ മൊത്തത്തിൽ തൂക്കി വിറ്റാ പോലും ഇപ്പൊ 25 ലക്ഷത്തിൽ കാണില്ല. ഒളിഞ്ഞുപോയി. താൻ അടുത്ത വണ്ടിക്ക് ഒരു സ്ഥലം വിട്ടോ, അല്ലെങ്കിലേ കോടതി പോയി കേസ് ഫയൽ ചെയ്തു. 10 നയാ പൈസ ഞാൻ തരത്തില്ല.
കാരണം എന്താണെന്നറിയോ? എന്റെ തന്തയെ കൊന്നത് ഇവനാ. നിന്നെ ഞാൻ കുത്തുവാള എടുപ്പിക്കും. പിന്നീട് എന്തുണ്ടായെന്ന് എനിക്കറിയില്ല. താങ്ക് യു മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഇവരാണ് ഇതിൽ നിന്ന് ജെയിംസിന്റെ മരണം ഒരു കൊലപാതകമാണെന്നോ ഇനി കൊലപാതകമാണെങ്കിൽ തന്നെ അത് നടത്തിയത് എന്റെ കക്ഷിയാണെന്നോ തെളിയുന്നില്ല. എന്റെ കക്ഷി മിസ്റ്റർ കുര്യൻ ജോസഫ് ഈ സംഭവത്തിൽ തികച്ചും നിരപരാധിയാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. വളരെ പ്രധാനപ്പെട്ട ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണം. യെസ്. പീറ്റർ അല്ലേ? അതെ. ജെയിംസ് മരിച്ച ദിവസം എന്താണ് സംഭവിച്ചത്? സത്യം പറയണം, കോടതിയാണ്. പറയണം മിസ്റ്റർ, ജെയിംസ് എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ഐ ഒബ്ജക്ട് യുവർ ഓണർ. I have got ample proof and evidence, Your Honor. Let me come to the point. യെസ്, യു ക്യാൻ പ്രൊസീഡ്. ജെയിംസിന്റെ മരണത്തെ സംബന്ധിച്ച് നിങ്ങൾ പോലീസിൽ കൊടുത്ത മൊഴി സത്യമല്ലേ? പറയണം മിസ്റ്റർ, ജെയിംസ് എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ജെയിംസിന്റെ മരണത്തെ സംബന്ധിച്ച് നിങ്ങൾ പോലീസിൽ കൊടുത്ത മൊഴി സത്യമല്ലേ? പറയണം. അതെ. അന്ന് അങ്ങനെയാണ് ജെയിംസ് സാർ കൊല്ലപ്പെട്ടത്. That's all, Your Honor. ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് പ്രകാരം ചാർജ് ചെയ്യപ്പെട്ട SC 225 ജെയിംസ് വധക്കേസിലെ ഇരുഭാഗങ്ങളിലെയും സാക്ഷി വിസ്താരങ്ങളും വാദങ്ങളും പൂർണ്ണമായി എന്ന് കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു. ദി ജഡ്ജ്മെന്റ് വിൽ ബി പ്രൊനൗൺസ്ഡ് ടുമോറോ അറ്റ് 11 AM. ഞാൻ രക്ഷപ്പെടുമെന്ന് ഉറപ്പില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അതും ജാമ്യത്തിന്റെ ഔദാര്യത്തിൽ. നാളത്തെ വിധി കേൾക്കാൻ ഒന്നും ഉണ്ടാവരുത്, ഒരാളും. ആട്ടെ, അങ്ങനെ ശരി. ബസ്സിന് കയറിക്കോളൂ. എനിക്ക് മേലെ ഇത്തിരി പേഴ്സണൽ കാര്യമുണ്ട്, ഞങ്ങൾ അത് കഴിഞ്ഞ് വന്നേക്കാം. ശരി. എന്തു പറ്റി? അവന്മാരവിടെ? സാറേ, ആ ഡേവിഡും കൂട്ടരും വന്ന് എന്നെ അടിച്ച് അവശനാക്കി അവന്മാരെ രക്ഷപ്പെടുത്തി. സാറേ, അവന്മാരെ ആ സൂസമ്മ കൊച്ചിനെ അപകടപ്പെടുത്താനുള്ള പ്ലാൻ.
അനുഭവിക്കാൻ പറ്റാത്ത സ്വത്ത് നീയും നിന്റെ മോനും അനുഭവിക്കരുത്. തിരിച്ചറക്കണവളെ. രക്ഷപ്പെട്ടോ? ആ കൊക്കയിലേക്ക് വലിച്ചു വീടാ. പിടിക്കണവളെ.